എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആയുർവേദികത്തിൽ സർജറി പോലെയുള്ള പരിപാടികൾ ചെയ്യുമെന്ന് എനിക്ക് അറിവില്ലായിരുന്നു. ഈസ് ഇറ്റ് റിലേറ്റഡ് ടു ഹൈജീൻ ഓർ സംതിങ്? ഫോൺ കയ്യിൽ പിടിച്ചിട്ട് കുറേ നേരം ടോയ്ലറ്റിൽ ഇരിക്കുക, പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പേഷ്യൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കിനും അവരുടെ ഫസ്റ്റ് കൺസേൺ എന്തായിരിക്കും? ഇത് മാറുമോ എന്നുള്ളതായിരിക്കും. വളരെ കോമഡി ആയിട്ട് കളിയാക്കുന്ന രീതിയിലൊക്കെ പല സിനിമകളിലും കാണിച്ചിട്ടുണ്ടല്ലോ. അത് തന്നെ ആളുകൾക്ക് ഒരു നെഗറ്റീവാണ്. ട്രീറ്റ് ചെയ്യാനുള്ളൊരു മടി എന്ന് പറയുന്നത് കളിയാക്കുമോ, അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ എങ്ങനെ കാണിക്കും, എങ്ങനെയാണ് ഈ ആളുകൾ വരുന്നത്? ലൈക്ക് ആളുകൾക്ക് വരാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മടിയായിരിക്കുമല്ലോ. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് പൈൽസ്, ഫിഷർ, ഫിസ്റ്റൽ ഇത് മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ദിവസം ഒരു 50ഓളം പേരെ എക്സാമിനേഷൻ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 50-ലധികം ചന്തി കാണുന്ന ആളാണ് ഞാൻ. ആളുകൾക്ക് ടെൻഷനാണ്, ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ക്യാൻസർ ആവോ. Why should I choose Ayurveda instead of modern medicine? പൈൽസ് നമ്മൾ ക്ഷാരകർമ്മം വഴി മാനേജ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വരുന്ന ഒരു സാധ്യത അത്രയും കുറവാണ്. ചുരുക്കം പറഞ്ഞാൽ അപ്പിയിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക. അതെ, കൃത്യമായിട്ടും. അതിപ്പോ ആയുർവേദം ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും എന്താണെങ്കിലും ഏതെങ്കിലും ഡോക്ടറെ കാണാം. അപ്പം അതിന് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തൻ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദ ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കിനും സർജറിയൊക്കെ ചെയ്യുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദത്തിൽ സർജറി ഉണ്ട് എന്നുള്ള കാര്യം പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. എന്തായാലും വെൽക്കം ഡോക്ടർ ഹരിത ടു ചാറ്റ് വിത്ത് ഭക്തൻ. താങ്ക് യു. യെസ്, ഡോക്ടർ ഹരിത എന്ന് പറയുമ്പോഴത്തേക്കിന് തൃശ്ശൂരിൽ നിന്ന് വന്നാണ്. ഡോക്ടറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഏനോറെക്ടൽ സർജൻ. അതായത് നമ്മളൊക്കെ പലരും പറയാൻ മടിക്കുന്ന, നമ്മളല്ല പല ആൾക്കാരും പറയാൻ മടിക്കുന്ന പല രോഗങ്ങളെയും ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അതായത് മൂലക്കുരു, അതായത് പൈൽസ്, ഫിസ്റ്റുല, അങ്ങനെയുള്ള മലദ്വാര സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് പലർക്കും ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ ആ അവസ്ഥ തുറന്നു പറയാനും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും ഈവൻ ഡോക്ടേഴ്സിനെ പോയി കാണാൻ പോലും മടിയുള്ള ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഞങ്ങൾ ആക്ച്വലി ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കിനും ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് നിങ്ങൾ BAMS കഴിഞ്ഞു, അതായത് യൂഷ്വൽ നമ്മുടെ ആയുർവേദ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം യു ഡിഡ് MS. അത് ശല്യതന്ത്ര എന്നാണ് വരുന്നത്. ശല്യതന്ത്ര, അതായത് ഇവർ സർജറി കോഴ്സിന് പറയുന്നൊരു പേര് ശല്യതന്ത്ര എന്നാണ്. ലൈക്ക് അതെന്താണ് അങ്ങനെ? ആക്ച്വലി ആയുർവേദത്തിൽ ശല്യം എന്ന് പറയുന്നൊരു വേർഡ് തന്നെ ഫോറിൻ ബോഡി എന്നുള്ളതാണ്. അതായത് ഒരു എക്സ്ട്രാ ഒരു നോർമൽ അല്ലാത്ത ഒരു സ്ട്രക്ചർ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിന് ശല്യം എന്നാണെന്ന് പറയാം. അതിനെക്കുറിച്ചുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് കൊണ്ടാണ് ശല്യതന്ത്ര. കാരണം ആയുർവേദത്തിലെ വേർഡ്സ് കൂടുതലും സാൻസ്ക്രിറ്റ് ആണ്, അതുകൊണ്ടാണ് ശല്യതന്ത്ര എന്നുള്ളൊരു വേർഡ് വരണേ. അതിന് കറസ്പോണ്ട് ചെയ്യുന്നത് ജനറൽ സർജറി എന്നുള്ളതാണ്. ജനറൽ സർജറി എന്നുള്ളതിന് ആയുർവേദികത്തിൽ ശരിക്കും നിങ്ങൾ ശല്യതന്ത്ര എന്നാണ് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആയുർവേദികത്തിൽ ഈ പറഞ്ഞ സർജറി പോലെയുള്ള പരിപാടികൾ ചെയ്യുമെന്ന് എനിക്ക് അറിവില്ലായിരുന്നു. അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണോ, അതോ എനിക്കറിയാഞ്ഞിട്ടാണോ, ഞാൻ അറിയാഞ്ഞിട്ടാണോ? നമ്മളെ പൊതുവെയുള്ള എല്ലാ ആളുകളും അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻസ് അറിയില്ല എന്നുള്ളതൊരു കാര്യമാണ്. ആയുർവേദത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. ഇപ്പം MBBS കഴിഞ്ഞ് ഗൈനക്കിൽക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ, അല്ലെങ്കിൽ പീഡിയാട്രിക്സിൽ, ജനറൽ സർജറിയിലൊക്കെ PG ഉള്ളതുപോലെ ആയുർവേദത്തിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും PG ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സും അവിടെയുണ്ട്. ആയുർവേദത്തിൽ ജനറൽ സർജറിയിലുള്ള PGനെയാണ് ശല്യതന്ത്രം എന്ന് പറയുക. അതും 3 വർഷത്തെ കോഴ്സ് തന്നെയാണ്. നമ്മൾ അതിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു സർജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സർജിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റുകൾ കൂടുതലും ചെയ്യുന്നത് എനോറക്ടൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അതായത് മലദ്വാര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ തന്നെയാണ് ആയുർവേദത്തിലെ സർജറിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ സർജറി എന്ന് ശരിക്കും ഇതിനെ പറയാൻ പറ്റില്ല, ഒരു പാരാ സർജിക്കൽ മെത്തേഡ് എന്നാണ് ഇതിനെ പറയാ. ചോദിക്കായിരുന്നു, അതായത് നിങ്ങൾ സാധാരണ ഇത് അനസ്തീഷ്യ ഒക്കെ കൊടുത്തിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിയുള്ള അത്തരത്തിലുള്ള സർജറി തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത്? അത്തരത്തിലുള്ള ഒരു വലിയൊരു സർജറി എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ചെറിയ മെത്തേഡാണ്, പാരാ സർജിക്കൽ മെത്തേഡ് എന്നാണ് ഇതിനെ പറയാ. ഇപ്പോൾ ക്ഷാരകർമ്മം എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെന്റുകൾ നമ്മളൊരു മെഡിസിൻ അപ്ലൈ ചെയ്തുകൊണ്ട് പൈൽസിനെ ചുരുക്കിയെടുക്കുന്ന ട്രീറ്റ്മെന്റുകളാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു സർജറിയുടെ പോലത്തെ അത്രയും കാര്യങ്ങൾ ഇതിന് വരുന്നില്ല. ഇപ്പം നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു കാലത്ത് വന്ന് ഉച്ചയോടുകൂടെ ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ്ങോ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ക്ഷാരകർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഫിസ്റ്റുലയുടെ കാര്യത്തിലും ക്ഷാരസൂത്രം എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. ഇപ്പം പൊതുവേ ഭയങ്കര കോമൺ ആയിട്ട് ഇപ്പോൾ ഫിസ്റ്റുലയിൽ ആ ട്രീറ്റ്മെൻറ്റുകൾ മോഡേൺ ഡോക്ടേഴ്സും അല്ലെങ്കിൽ
ഹെൽത്ത് മേഖലയിലുള്ള ആളുകൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യുന്നത് ക്ഷാരസൂത്രമാണ്. കാരണം ഫിസ്റ്റുലയുടെ കാര്യത്തിൽ വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. പക്ഷേ ക്ഷാരസൂത്രം വഴി മാനേജ് ചെയ്യുമ്പം നമുക്ക് വീണ്ടും വീണ്ടും, അതായത് റെക്കറൻസ് ഇല്ലാത്ത രീതിയിലോട്ട് ഈ കണ്ടീഷനെ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ മോഷൻ അറിയാണ്ട പോവുക, അല്ലെങ്കിൽ ഇൻകോണ്ടിനൻസ് ഉണ്ടാവുക, നമ്മുടെ അവിടുത്തെ ആ ഒരു ഭാഗത്തെ മസിൽസ് വീക്ക് ആവുക, പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ വരെ, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ക്ഷാരസൂത്രം വഴി ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ല. ഓക്കെ, നമുക്കിപ്പോൾ 3 വാക്ക് പഠിച്ചു: ശല്യതന്ത്രം, ക്ഷാരകർമ്മം, ക്ഷാരസൂത്രം. ശല്യതന്ത്രം എന്താണെന്ന് മനസ്സിലായി. ഈ ക്ഷാരകർമ്മം, ക്ഷാരസൂത്രം എന്നൊക്കെ പറയുന്നത് പ്രൊസീജിയേഴ്സിന്റെ പേരാണ്. എന്താണ് ഈ ക്ഷാരകർമ്മം എന്ന് പറയുന്നത്? വാട്ട് എക്സാക്ട്ലി ആർ യു ഡൂയിങ് അറ്റ് ദാറ്റ് ടൈം? ക്ഷാരകർമ്മം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെഡിസിൻ ആണ് ക്ഷാരം എന്ന് പറയുന്നത്. ഇത് ഇപ്പം നമ്മുടെ ക്ലിനിക്കിലേക്ക് ആകുമ്പോൾ നമ്മൾ തന്നെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടൊരു ലോങ് പ്രോസസ്സാണ് ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ. കാരണം ആയുർവേദത്തിലത്തെ മെഡിസിൻസ് കത്തിച്ച് അതിൻ്റെ ഭസ്മം എടുത്ത് ഈ ഒരു ഭസ്മത്തിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മെഡിസിനാണിത്. ഇതിനൊരു ആൽക്കലി സ്വഭാവമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഡിസിൻസ് നമ്മുടെ പൈൽസ് പോലുള്ള ടിഷ്യൂസിൽ അപ്ലൈ ചെയ്യുമ്പം അത് ചുരുങ്ങി വരിക, നെക്രോസ്ഡ് ആവുക എന്നുള്ളതാണ് പറയുക, ചുരുങ്ങി വരിക എന്നുള്ളതാണ് നടക്കുന്നത്. ഏറെക്കുറെ ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ കോട്ടറൈസേഷൻ്റെ പോലെയുള്ള ഒരു എഫക്റ്റാണ് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളൊരു കെമിക്കൽ അല്ല യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു എഫക്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചുരുങ്ങി ഇല്ലാണ്ടാവാൻ ഒരു 10 to 15 ടൈം എടുക്കും. പക്ഷെ അത്രയും ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട കാര്യം വരുന്നില്ല. എന്താണ് ക്ഷാരസൂത്രം എന്ന് പറയുന്നത്? ക്ഷാരസൂത്രം എന്ന് പറയുന്നത്, സൂത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പോലെ ഇതൊരു സാൻസ്ക്രിറ്റ് വേർഡാണ്. ഒരു ത്രെഡിനെയാണ് സൂത്രം എന്ന് പറയുന്നത്. ഈ ഒരു ത്രെഡിൻ്റെ മുകളിൽ ക്ഷാരം എന്ന് പറയുന്ന മെഡിസിനും അതുപോലെ തന്നെ വേറെയും കുറച്ച് മെഡിസിൻസ് 21 ഡേയ്സ് കോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കോട്ട് ചെയ്ത് 21 ഡേയ്സ് കോട്ട് ചെയ്ത് അതിനെ അണുവിമുക്തമാക്കി സ്റ്റെറൈൽ ചെയ്യാന്നാ പറയുക. അങ്ങനെ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ത്രെഡാണ് ഈ ക്ഷാരസൂത്രം എന്ന് പറയുന്നത്. ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ഷാരസൂത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോഷൻ പോകുന്ന ഭാഗം, എനോറക്റ്റൽ ഭാഗത്ത് 2 ഓപ്പണിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഒരു തുരങ്കം പോലെയൊക്കെ വിചാരിക്കുക. അതിൻ്റെ ഒരു ഓപ്പണിംഗ് മലദ്വാരത്തിൻ്റെ പുറത്തുണ്ടാവും, ഒന്ന് മലദ്വാരത്തിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ത്രെഡിനെ വെച്ചിട്ട് പുറത്ത് കെട്ടി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഉള്ളിലുള്ള മസിൽസ് ഭയങ്കര സ്ലോലി ഈ ത്രെഡ് വെച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നേരിട്ട് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന പോലുള്ള ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അതിൻ്റെ കാരണം മസിൽസിന് ഡാമേജ് വരുന്നു, അല്ലെങ്കിൽ ഇൻകോണ്ടിനൻസ് ഉണ്ടാവുന്നു, മോഷൻ അറിയാണ്ട് പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളിലോട്ടാണ്. പക്ഷേ ഇത് ത്രെഡ് വെച്ച് ഭയങ്കര സ്ലോലി കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കട്ടിങ് നടക്കും, ബാക്കിൽ നിന്ന് ഈ മുറിവ് ഉണങ്ങി വരികയും ചെയ്യും. അപ്പം കംപ്ലീറ്റ് ആയിട്ടും ഇത് ക്യൂർ ചെയ്തെടുക്കാനും ആ മസിൽസൊക്കെ അതേപോലെ സ്ട്രോങ്ങിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് എന്നാ സത്യം പറഞ്ഞാൽ ഏതാണ്ടൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ടു ബി ഓണസ്റ്റ്. ഇതൊക്കെ സിമ്പിൾ ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആണ് ആണല്ലേ? നമുക്കൊരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു നൂല് കിടക്കുന്നുണ്ടാവും ഈ ഒരു മലദ്വാരത്തിന്റെ ഭാഗത്ത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പെയിൻഫുൾ പ്രൊസീജിയേഴ്സ് ആണോ? ഭയങ്കര പെയിൻ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ആ ഒരു ഭാഗത്ത് എന്ത് പ്രൊസീജിയറിനും ഒരു പെയിൻ ഉണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത്രയും സഹിക്കാൻ പറ്റാത്ത പെയിനൊന്നും ഉണ്ടാവില്ല. യൂഷ്വലി ഇപ്പം നിങ്ങൾ മെയിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്ലിനിക് ഉണ്ട്, ലൈക്ക് ഇവർക്ക് ഓൾറെഡി ഒരു ക്ലിനിക് ഉണ്ട്. ഇവരുടെ ക്ലിനിക്കിന്റെ പേര് പഞ്ചഭൂത ആയുർവേദിക് ക്ലിനിക് എന്നാണ്. തൃശ്ശൂർ പൂങ്കുന്നത്താണ് ക്ലിനിക് ഉള്ളത്, പഞ്ചഭൂത ആയുർവേദിക് ക്ലിനിക്. സോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്? BAMS ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം MS ഗ്രാജുവേറ്റ്സ് ആണ്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ശല്യതന്ത്ര ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇത് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ് നമ്മുടെ ക്ലിനിക്കിലുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ എന്തൊക്കെ ആണ് ട്രീറ്റ്മെൻറ്റിന് ചെയ്യുന്നത്? എന്തൊക്കെ രോഗങ്ങൾക്കാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം കണ്ടീഷൻസ് മാത്രമാണ്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, മൂക്കിലെ ദശ നമ്മൾ നല്ലപോലെ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. അലർജി, അങ്ങനത്തെ കണ്ടീഷൻസ്, പിന്നെ ജനറൽ ട്രീറ്റ്മെന്റ് എല്ലാം ഉണ്ട്. പക്ഷേ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ട്രീറ്റ്മെന്റ് രീതികളിലാണ്. പക്ഷേ ഈ മൂക്കിലെ ദശ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ കേട്ടിട്ടുള്ളത് അതിന് സർജിക്കൽ ട്രീറ്റ്മെന്റുകളാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് ബേസിക്കലി അവിടെ ചെയ്യുന്നത്? ഇതിലും നമുക്ക് ക്ഷാരകർമ്മം എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ഉള്ള ഈ ഒരു ഗ്രോത്തുകൾക്ക് നമുക്ക് ക്ഷാരകർമ്മം എന്ന് പറയുന്ന മെഡിസിൻ അപ്ലൈ ചെയ്തുകൊണ്ട് ചുരുക്കുന്ന ട്രീറ്റ്മെന്റ്. മൂക്കിന്റെ കാര്യത്തിലൊക്കെ നമുക്കൊരു 2 മിനിറ്റിന്റെ പ്രൊസീജിയറേ ഉള്ളൂ. അതായത് മെഡിസിൻ അപ്ലൈ ചെയ്യുന്നു, 1 മിനിറ്റ് ഹോൾഡ് ചെയ്യുന്നു, വേറൊരു മെഡിസിൻ വെച്ച് വാഷ് ചെയ്യുന്നു. എന്താ പറയുക, ചെറിയൊരു കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണിത്. ഇതിൽ അഡ്മിറ്റ് ആവേണ്ട കാര്യമോ അങ്ങനെ ഒന്നും വരുന്നുമില്ല. ഓക്കെ. അപ്പം ഏതൊക്കെ തരത്തിലുള്ള മൂക്കിന്റെ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്?
മൂക്കിന്റെ കാര്യത്തിൽ രണ്ട് രീതിയിലുള്ള ദശകളാണ് പൊതുവേ കോമൺ ആയിട്ടുള്ളത്. ഒന്ന് ടെർബിനേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയും, അതായത് അലർജി അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ കൂടുതലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു ദശയാണിത്. കൂടുതൽ അവർക്ക് മൂക്കടപ്പ് തന്നെയാണ് പ്രസന്റ് ചെയ്യുന്ന കണ്ടീഷനും, ഉറക്കം ശരിയാവില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നേസൽ പോളിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈനസുകളിലുള്ള കഫം തിങ്ങിയിട്ടുള്ള തരത്തിൽ മൂക്കിലോട്ട് ഇറങ്ങി വരുന്ന പോലെയുള്ള ദശകളുണ്ട്. അത് കുറച്ചും കൂടിയും വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുള്ള അങ്ങനത്തെ തരത്തിലുള്ള ഒരു ദശയാണ്. കൂടുതലും ആളുകൾക്ക് സ്മെല്ല് തീരെയും കിട്ടാണ്ടിരിക്കുക, ഇവരുടെ സൗണ്ട് തന്നെ മാറിപ്പോവുക, അങ്ങനെയുള്ള രീതിയിൽ നല്ലപോലെ തലവേദന ഉണ്ടാവുക, ഉറക്കം ഒട്ടും പറ്റായിക വരിക, അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവും. ഇതിൻ്റെ കാര്യത്തിലും നമുക്ക് ക്ഷാരകർമ്മം ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതലും വരുന്നത് സർജറി കഴിഞ്ഞ് വീണ്ടും വീണ്ടും വന്നിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും പൊതുവേ നേസൽ പോളിപ്പിന് വരാറുള്ളത്. ഇത് പക്ഷേ നമുക്ക് ടെർബിനേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നതാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്ത് തീർത്ത് വീണ്ടും വരില്ല എന്നൊരു ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലത്തെ പോളിപ്പുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 20 ഡേയ്സിൻ്റെ ഗ്യാപ്പിൽ ഒന്നുകൂടെ ടച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടും വരും. പക്ഷേ അത്രയേ ഉള്ളൂ, ചെറിയ സമയം കൊണ്ട് തീരുന്ന ട്രീറ്റ്മെൻറ്റാണ്. ഈ ടച്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും ഇവർ അത്രയും സമയം ബെഡ് റെസ്റ്റ് എടുക്കുകയോ ലീവ് എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്ത് അന്ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ പല ട്രീറ്റ്മെൻറ്റുകൾ, ഈ ക്ഷാരകർമ്മം, ക്ഷാരസൂത്രം എന്നൊക്കെ പറയുന്ന ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമ്മുടെ സർക്കാർ ആയുർവേദ ആശുപത്രികളിലും ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ തന്നെയാണ്. എല്ലായിടത്തും ചെയ്യില്ല, കാരണം ആയുർവേദത്തിൽ സർജറി കഴിഞ്ഞ ഡോക്ടേഴ്സ് ഭയങ്കര കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലായിടത്തും ചെയ്യാറില്ല, പക്ഷെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഓക്കെ, സർജറി കഴിഞ്ഞ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു ചെയ്യാനുള്ള പെർമിഷൻ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്തത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് പൈൽസിലേക്ക് വരാം. പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്ന പലരും പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നം, ഇത് ശരിക്കും ഒരു രോഗമാണോ അതൊരു ലൈഫ് സ്റ്റൈൽ സംബന്ധമായിട്ട് നമുക്ക് വരുന്നൊരവസ്ഥയാണോ? ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് വരുന്നത്, പക്ഷെ അതൊരു അസുഖം തന്നെയാണ്. ഓക്കെ, പിന്നെ കൂടുതലും ഇത് പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു പോയിന്റ്. കാരണം ഇപ്പോൾ ഒരു കോമഡി ഒക്കെ ആണെങ്കിലും നമ്മളൊരാൾ ഇരിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നിനക്ക് എന്താ വൈൽസ് ആണോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അത് ഒരു കോമഡി എലമെന്റ് ആയിട്ട് നമ്മൾ ചിരിച്ചു തള്ളും, പക്ഷെ അത് ഉള്ള ആളുകളെ സംബന്ധിച്ച് അത് അവർക്കൊരു ട്രോമയാണ്. അതുകൊണ്ട് തന്നെ ഇവരത് ഡോക്ടറുടെ അടുത്തേക്ക് പോവോ കാണിക്കുകയോ ആരോടും പറയുകയോ ചെയ്യില്ല. പിന്നെ ഇത് ചെന്നെത്തുന്നത് ഏതെങ്കിലും പ്രോപ്പർ അല്ലാത്ത ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വീണ്ടും അപ്പോഴൊക്കെയാണ് സഹിക്കാൻ പറ്റാത്തൊരു സമയത്താണ് വരിക. പക്ഷെ പൊതുവെ ഇതൊരു 4 സ്റ്റേജിലുള്ള ഒരു കണ്ടീഷനാണ്. എങ്ങനെയാണ് ഒരാൾക്ക് പൈൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക? ഒരു ഇനീഷ്യൽ സ്റ്റേജിലോ മേ ബി ഒരു ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമുക്കൊരു ലക്ഷണം ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ അറിയില്ല. പ്രത്യേകിച്ച് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഇൻ കേസ് ബ്ലീഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാവും, അത്രയേ ഉള്ളൂ. അതായത് മോഷൻ പോകുന്ന സമയത്ത് ബ്ലഡ് കാണും. ഓക്കേ, അന്നേരം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുമോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കേ, ഒരു സെക്കൻഡ് സ്റ്റേജ് തൊട്ടിട്ടാണ് അത് കുറച്ചും കൂടിയും കൂടുതൽ ഇവർക്കൊരു ഫീൽ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. അതിൽ ബ്ലീഡിങ് നല്ല പോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബ്ലീഡ് ചെയ്യാത്ത പൈൽസും ഉണ്ട്, അതും ഒരു കാര്യമാണ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, വയറ്റിൽ നിന്ന് ശരിക്കും ക്ലിയർ ആയിട്ട് പോകണില്ല, വയറൊഴിഞ്ഞു പോകണില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. മോശം പോയി കഴിഞ്ഞാലും നമുക്ക് പോയി കഴിഞ്ഞു എന്നുള്ളൊരു ഫീല് കിട്ടില്ല. അവർക്ക് വീണ്ടും വീണ്ടും പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാവും, അവിടെ എന്തോ നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവും. പിന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ആ ചുറ്റു സൈഡൊക്കെ വീർത്തിരിക്കുന്ന പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. അതൊരു സെക്കൻഡ് സ്റ്റേജിലാണ്. ഒരു തേർഡ് സ്റ്റേജ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളി വരുന്നത് പോലെ തന്നെ ഒരു പൈൽസ് എന്ന് പറയുന്ന ഒരു തടിപ്പ് പുറത്തേക്ക് തള്ളി വരികയും ആദ്യമൊക്കെ ഇത് തനിയെ കയറിപ്പോവും. പക്ഷെ പിന്നെ അത് ഉള്ളിലോട്ട് കയറിപ്പോവാണ്ട് ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് അവർക്ക് അത് പുഷ് ചെയ്ത് ഉള്ളിലോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അത് സ്കിന്നാണോ? ഇത് സ്കിൻ അല്ല പറയാ. ഇപ്പം മലദ്വാരത്തിന്റെ ആ ഒരു ഭാഗത്തോട്ട് എല്ലായിടത്തും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്. മലദ്വാരത്തിന്റെ ഭാഗത്തോട്ടും നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ വരുന്നുണ്ട്. പക്ഷെ തിരിച്ചത് അതേപോലെ തന്നെ കയറി പോകണമല്ലോ. ഇപ്പം നമ്മുടെ കാലിലൊക്കെ വെരിക്കോസ് വരണ പോലെ താഴത്തോട്ട് ബ്ലഡ് സർക്കുലേഷൻ നല്ല പോലെ ഉണ്ട്. തിരിച്ച് അതേപോലെ കയറി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളുടെ ഉള്ളിൽ ബ്ലഡ് ഇങ്ങനെ ചുരുണ്ട് കെട്ടി നിൽക്കും. രക്തക്കുഴൽ വീർത്ത് ചുരുണ്ട് ഒരു കട്ട പോലെ വരും. അതിൽ ചെറിയൊരു തടുപ്പ് പോലെ വന്നിട്ടുള്ള അങ്ങനെയായിരിക്കും ഈ ഒരു പൈൽസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. രക്തക്കുഴലിനുള്ളിൽ ബ്ലഡ് വിങ്ങി നിൽക്കുന്നു. ഇത് കുറച്ചുകൂടെ കൂടുതൽ വലുപ്പത്തിലേക്ക് വരുമ്പോഴായിരിക്കും ഇത് പുറത്തേക്ക് തള്ളി വരുന്ന പോലെ തോന്നുക. ഇതിൻ്റെ ഉള്ളിൽ ബ്ലഡ് വിങ്ങി നിൽക്കുമ്പോഴായിരിക്കും ഇതൊന്ന് പൊട്ടി ബ്ലഡ് ചീറ്റുന്നത് പോലെ പുറത്തേക്ക് വരും. അതാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷനോടൊക്കെ ഫോളോ ചെയ്തിട്ട് മോഷൻ പോകുന്ന സമയത്ത് ഫീൽ ചെയ്യുക. പിന്നെ കുറച്ച് ദിവസമൊക്കെ ബ്ലഡ് പോയി കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അപ്പോൾ ഈ ബ്ലഡ് പോണ സമയത്ത് ഇവരെന്തെങ്കിലുമൊക്കെ ചിലപ്പം കുറുക്ക് വൈദ്യങ്ങളോ ഒറ്റമൂലികളോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പം ബ്ലഡ് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ നിൽക്കും. പക്ഷെ ഇവർക്ക് തോന്നും ഇതുകൊണ്ടാണ് നിന്നതെന്ന്, അസുഖം മാറിയെന്നും വിചാരിക്കും. പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല. അതൊരു ട്രീറ്റ്മെൻറ്റ് വൈകിപ്പിക്കാനുള്ള ഒരു റീസണുമാണ്. പിന്നെ 4th സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലോട്ട് കയറി പോവാണ്ടിരിക്കും. അത് ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയി ഡോക്ടറെ കൊണ്ട് ഉള്ളിലോട്ട് ആക്കിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും. അതൊരു 4th സ്റ്റേജിൽ വരുന്നതാണ്. അത് സിവിയർ പെയിൻ ആയിരിക്കും.
സിവിയർ പെയിൻ ആയിരിക്കും, നിൽക്കാനും നടക്കാനും പറ്റാത്ത പോലെ തന്നെ സിവിയർ പെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പം ക്യാൻസർ പോലെയാണോ? ഇനീഷ്യൽ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്കിത് പെട്ടെന്ന് ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റുമോ? ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ മാത്രം മതി കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. എന്ത് മെഡിസിനാ? ആയുർവേദത്തിൽ തന്നെയുള്ള മെഡിസിൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഉള്ളിലോട്ട് കഴിക്കുന്ന മരുന്നുകൾ വെച്ചിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഫസ്റ്റ് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ടാക്കുക, ദഹനം മെച്ചപ്പെടുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. സെക്കൻഡിലും നമുക്ക് മെഡിസിൻ ട്രൈ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും കൂടെ നോക്കിയിട്ടായിരിക്കും പറയാൻ പറ്റുക. തേർഡും ഫോർത്തും വന്ന് പറഞ്ഞാൽ മെഡിസിനിൽ മാറുന്ന ഒരു കണ്ടീഷൻ അല്ല, പ്രൊസീജിയർ ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നിങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നു എന്ന് പറയുന്നു, അപ്പം ഇതേ പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെയല്ലേ മോഡേൺ മെഡിസിനിലും ചെയ്യുന്നത്? അതോ എന്താണ് വ്യത്യാസമുള്ളത്? ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതെന്ന് പറയുമ്പോൾ ഒരു സർജിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, ലേസർ ചെയ്യാം, അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സും യൂസ് ചെയ്യാം. ഓക്കെ, സോ വൈ ഷുഡ് ഐ ചൂസ് ആയുർവേദ ഇൻസ്റ്റെഡ് ഓഫ് മോഡേൺ മെഡിസിൻ? ആയുർവേദത്തിലെ ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പം നമുക്കിതൊരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കാലത്ത് വന്ന് നിങ്ങൾക്ക് ഒരു ഉച്ചയോട് കൂടിയിട്ട് തന്നെ പോകാൻ പറ്റും. ഇതിൽ വലിയ ബ്ലീഡിങ്ങോ കട്ട് ചെയ്യുന്ന രീതിയിലോ സ്റ്റിച്ച് ഇടുന്ന രീതിയിലോ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ജസ്റ്റ് മെഡിസിൻ അപ്ലൈ ചെയ്യുന്നു, അത് വാഷ് ചെയ്യുന്നു, അത്രയുള്ള ഒരു ചെറിയ രീതിയിലുള്ള പ്രൊസീജിയർ മാത്രമാണ് അതിലുണ്ടാവുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ചുരുങ്ങിയെടുക്കാൻ ഈ ഒരു 10 to 15 ടൈം എടുക്കും. പക്ഷെ ഡേയ്സ് സമയം എടുക്കും. പക്ഷെ ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബെഡ് റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല, ജോലിക്ക് പോയി തുടങ്ങാം. അങ്ങനെ ഇത്രയും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു സമയത്ത്. റെക്കറൻസിന്റെ സാധ്യത എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അതായത് പൈൽസ് നമ്മൾ ക്ഷാരകർമ്മം വഴി മാനേജ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വരുന്ന ഒരു സാധ്യത അത്രയും കുറവാണ്. ചെറിയൊരു ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടെന്നുണ്ടെങ്കിൽ വരില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് മോഷൻ അറിയാണ്ട് പോണ പോലത്തെ ഇൻകോണ്ടിനൻസ് പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതുവഴി ഉണ്ടാവില്ല. അതൊക്കെ ആയുർവേദത്തിലെ ഈ ട്രീറ്റ്മെന്റിന്റെ ബെനിഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരാൾ പൈൽസ് ആണ് അല്ലെങ്കിൽ മൂലക്കുരുവാണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് വരുമ്പോഴത്തേക്കിനും യൂഷ്വലി എങ്ങനെയാണ് ഈ ആളുകൾ വരുന്നത്? ലൈക്ക് ആളുകൾക്ക് വരാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മടിയായിരിക്കുമല്ലോ. ഇപ്പോൾ ആണുങ്ങൾ, എനിക്ക് തോന്നുന്നില്ല ഡോക്ടറെ അടുത്ത് ആണുങ്ങൾ വരാറുണ്ടോ? ലൈക്ക് അങ്ങനൊരു ഇതിനകത്തില്ലേ? ഇപ്പം എനിക്ക് ലേഡി ഡോക്ടർ വേണം, അല്ലെങ്കിൽ എനിക്ക് പെണ്ണുങ്ങൾക്ക് ഡോക്ടേഴ്സിനെ വേണം, ആണുങ്ങൾക്ക് ആണുങ്ങളെ തന്നെ കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒക്കെയുള്ള ഒരു പ്രിഫറൻസ് ഒക്കെ ഉണ്ടാവില്ലേ ഇതുപോലുള്ള? കോമൺ ആയിട്ടും അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് എൻ്റെ ക്ലിനിക്കിൽ എന്തുകൊണ്ടോ എനിക്ക് അത്രയും ഒരു മെയിൽ പേഷ്യൻസിന് അങ്ങനെ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യണില്ല. എൻ്റെ അടുത്ത് അത്രയും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ കാണിക്കാറില്ല. പിന്നെ നമ്മൾ സംസാരിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഓൾറെഡി അവരൊരു പെയിനിലാണ് വരുന്നത്, അവർക്കത് ക്യൂർ ആവണം എന്നുള്ളതാണ്, അവരൊരു ട്രസ്റ്റ് ചെയ്തൊരു സ്ഥലത്തേക്ക് വരികയാണ്. പിന്നെ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഓൾറെഡി പേഷ്യൻസിന്റെ തിരക്കും അല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് മാറിയ ആളുകൾ ഫോളോ അപ്പിന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ആയിട്ട് അവർ ഓൾറെഡി ആ ഒരു കംഫർട്ട് സോണിൽ എത്തിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഇതിനി മാറിയാൽ മതി എന്നുള്ളൊരു ഇതിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയൊരു ഡിസ്കംഫർട്ട് ഒന്നും എൻ്റെ അടുത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ക്ലിനിക്കിൽ ആണെങ്കിലും പെണ്ണുങ്ങളും ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട്? ചോയ്സ് ഈസ് അപ് ടു അവരുടെ പേഷ്യന്റിന്റെ ഇഷ്ടപ്രകാരം അങ്ങനെയാണോ? അങ്ങനെയില്ല, ഒരുവിധം പേഷ്യൻസ് ഒക്കെ അങ്ങനെ ഒരു ഇത് നോക്കാറില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം മെയിൽ ഡോക്ടർ ആണോ ഫീമെയിൽ ഡോക്ടർ ആണോ എന്ന് അവർ ചോദിക്കാറില്ല. നമ്മൾ ഈ പല സിനിമകളിലും ഈ സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്, വളരെ കോമഡി ആയിട്ട് കളിയാക്കുന്ന രീതിയിലൊക്കെ പല സിനിമകളിലും കാണിച്ചിട്ടുണ്ടല്ലോ. അത് തന്നെ ആളുകൾക്ക് ഒരു നെഗറ്റീവാണ്. കാരണം ഇത് ഇങ്ങനെയൊക്കെയാണോ അല്ലേ? പല സിനിമകളിലും കണ്ടിട്ടില്ലേ ഈ പറഞ്ഞ പോലെ മുണ്ട് ജീൻസ് ഇട്ടിട്ടാണോ വരുന്നത്, മുണ്ടെടുത്തിട്ട് വരണ്ടേന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന രംഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് ഭയങ്കര ചിലതൊക്കെ ഭയങ്കര റൂഡായിട്ടും ചിലതൊക്കെ ഭയങ്കര കളിയാക്കുന്ന രീതിയിലും അതാണ് ആളുകൾക്ക് പൊതുവെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മടി എന്ന് പറയുന്നത്. കളിയാക്കുവോ, അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ എങ്ങനെ കാണിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ എന്നെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് പൈൽസ്, ഫിഷർ, ഫിസ്റ്റൽ ഇത് മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ദിവസം ഒരു 50ഓളം പേരെ എക്സാമിനേഷൻ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രൊസീജിയർ തന്നെ ഒരു 1300 അതിന് മേലത്തേക്ക് പ്രൊസീജിയേഴ്സ് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഭാഗമാണ്, പ്രൈവറ്റ് ഏരിയ ആണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഭാഗത്തുനിന്ന് വിട്ടു. നമുക്കിപ്പം നോർമലി ഒരു പനി പരിശോധിക്കുന്ന അത്രയും ലാഘവത്തോടെ പരിശോധിക്കുന്ന ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഒരു ദിവസം 50-ലധികം ചന്തി കാണുന്ന ആളാണ് ഞാൻ അല്ലേ? അത് ശരിയാണ്. ഞങ്ങൾ പഠിക്കണൊക്കെ സമയത്ത് നമുക്ക് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. നമുക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ മനസ്സിലാവില്ല, പക്ഷെ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ദിന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ അല്ല, നമുക്ക് ആ ഒരു അതിപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും
അത് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. എൻ്റെ സങ്കടം നിങ്ങൾക്ക് സന്തോഷമാണ് അങ്ങനെയും പറയുമല്ലോ. ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വന്നു കഴിയുമ്പോഴേ അതിൻ്റെയൊക്കെ വിഷമം മനസ്സിലാവും. അവരുടെ ഒരു നോർമൽ ലൈഫിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും. ഇപ്പം റീസെന്റ് ആയിട്ട് വന്ന ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ആളുടെ ജോലി എന്ന് പറയുന്നത് പെയിന്റിങ് എന്താണ്. അപ്പം ആൾക്ക് വർക്ക് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പൈൽസ് പുറത്തേക്ക്, അപ്പം നോർമലി ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് മാത്രമാണ് ആൾക്ക് അത് പ്രൊലാപ്സ് ചെയ്ത് വന്നിരുന്നത്. അപ്പൊ അത് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആൾ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു, കഴിഞ്ഞു. അതിനെപ്പറ്റി പിന്നെ ആൾക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ റീസെന്റ് ആയിട്ട് ആൾക്ക് ജോലി ചെയ്യണ സമയത്തും ഇത് പുറത്തേക്ക് തള്ളി വരും. അപ്പൊ ഇയാൾക്ക് ബ്രേക്ക് ഇട്ട് ടോയ്ലറ്റിൽ പോയി ഇൻസേർട്ട് ചെയ്ത് തിരിച്ചു വരണം. അതായി കഴിഞ്ഞപ്പോഴാണ് അവർ ടെൻഷനായി ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പം അതേപോലെ ഇപ്പം ഒരു റീസെൻ്റ് ആയിട്ടൊരു പേഷ്യൻ്റ് വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് വെള്ളം കൊണ്ട് കൊടുക്കാനൊക്കെ എത്ര കൊതിയാണെന്ന് അറിയോ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് സങ്കടം തോന്നി. നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യത്തിന് ആ ഒരു 35 വയസ്സുള്ള ഒരു പയ്യനാണ് 25 വയസ്സ് തൊട്ടിട്ട് ഞാൻ വെള്ളം കൊണ്ട് എടുത്തിട്ടില്ല എന്ന്. പക്ഷെ ഒരു 10 കൊല്ലമായിട്ട് വെച്ചോണ്ടിരിക്കുക. അപ്പോൾ ഒരാഴ്ചത്തെ ഒരു സമയം എടുത്തത് ഒരു ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ആൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മൾ അതിനെപ്പറ്റിയാണ് കൂടുതലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ആൾക്ക് തോന്നി ഇതൊന്ന് ട്രീറ്റ് ചെയ്യാമെന്ന്. ആള് ഇതുവരെ ഡോക്ടറെ പോലും കാണിച്ചിട്ടില്ല. അപ്പോൾ ആള് പറഞ്ഞു, എനിക്കൊന്ന് വെള്ളം കൊണ്ട് കൊടുത്ത് അമ്പലത്തേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. അപ്പം നമുക്ക് സങ്കടം തോന്നും. അതൊന്നും അത്രയ്ക്കൊന്നും ഇല്ല, ഇത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാവുന്ന കണ്ടീഷനേ ഉള്ളൂ എന്ന് തോന്നും. ശരിക്കും പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറഞ്ഞൊരു അവസ്ഥ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ പോയി കാണുക എന്നുള്ള ഒരു സംഭവം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. എന്താ പറയുക, പലതരത്തിലുള്ള അവസ്ഥകളില്ലേ. ഈ ചിലപ്പോൾ ഇത് ക്യാൻസറസ് ആണോ എന്നുള്ള സംശയങ്ങൾ ആൾക്കാർക്ക് വന്നേക്കാം. കാരണം ഇപ്പോൾ ഈ കൊളോൺ ക്യാൻസർ ഒക്കെ ഭയങ്കര കോമൺ അല്ലേ അല്ലേ? അപ്പോൾ ഇതും അതുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? അതിലൊരു പോയിന്റ് നമുക്ക് പറയാനുള്ളത്, പൊതുവെ ആളുകൾ പറയും, ഇത് നമുക്ക് കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ ആളുകൾ ചോദിക്കും, ഡോക്ടർ ഇത് പ്രശ്നമൊന്നുമുള്ളതല്ലല്ലോ അല്ലേ, ഇത് വേറെ അസുഖമൊന്നും അല്ലല്ലോ അല്ലേ, അങ്ങനെ ചോദിക്കും. കാരണം ആളുകൾക്ക് ടെൻഷനാണ്, ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ക്യാൻസർ ആവോ, അല്ലെങ്കിൽ ഈ ഒരു ബ്ലീഡിങ് വരുന്നത് ക്യാൻസറിൻ്റെതാണോ എന്നുള്ളത്. ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ക്യാൻസർ ആവും എന്നുള്ളൊരു ഇത് ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ പറഞ്ഞുണ്ടാക്കിയൊരു പോയിന്റാണ്. പൈൽസ് എപ്പോഴും പൈൽസായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുക, ക്യാൻസർ എപ്പോഴും ക്യാൻസറായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുക. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അത് നമുക്കൊരു പരിശോധനയിലൂടെ അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പരിശോധിക്കും. അതിൽ പ്രോക്ടോസ്കോപ്പ് വെച്ച് പരിശോധിക്കും, നേരിട്ട് തൊട്ട് പരിശോധിക്കും. എന്നിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഇത് പൈൽസ് അല്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും ഉണ്ട്. ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്ത് നമുക്കത് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഒരാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലേ പറ്റുള്ളൂ. പൊതുവേ ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് തീരുമാനിക്കും എൻ്റെത് പൈൽസാണെന്ന്. പിന്നെ എല്ലാ ഒറ്റമൂലികൾക്കും ഹോം റെമഡീസിലേക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് പരിശോധിച്ചൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ വിചാരിക്കുകയുള്ളൂ. അപ്പം ഇൻ കേസ് ഇത് ആദ്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ആണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ക്യാൻസർ ആണ് എന്നുള്ളത്. പൈൽസ് ആണെങ്കിൽ പൈൽസ് ആണെന്നും മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യം ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചെടുക്കാൻ പറ്റും. ഡോക്ടറെ കണ്ടാൽ മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻ കേസ് ചിലപ്പം നമുക്ക് കൺഫേം ആക്കാൻ പറ്റണം എന്നില്ല. നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്യാൻ മാത്രം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാ ടെസ്റ്റുകളും ചെയ്യാൻ പറ്റും. അപ്പം നമുക്കത് കൺഫേം ആക്കി മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഒരു 2 മാസമൊക്കെ കൂടുമ്പോഴൊക്കെ 1-2 കേസുകളൊക്കെ കൊളറക്ടൽ ക്യാൻസർ ഒക്കെ കിട്ടാറുണ്ട്. പണ്ടൊന്നും ഇത്ര കോമൺ ആയിട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴൊക്കെ കുറച്ചുകൂടിയും കിട്ടാറുണ്ട്. അപ്പോൾ അവരുടെ സിംറ്റംസും സിമിലർ ആയിരിക്കുമോ? ബ്ലീഡിങ്ങിന്റെ രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. കുറച്ചും കൂടിയും കൂടുതൽ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായിരിക്കും. ബ്ലീഡിങ്ങിൽ കളർ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ ഒരു തടുപ്പിലും ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. പിന്നെ പേഷ്യൻസിനും പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, അവർ പെട്ടെന്ന് തടി കുറഞ്ഞു പോവുക, അങ്ങനെയുള്ള പ്രത്യേകിച്ച് ചില സിംറ്റംസ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാണ്ട് പൈൽസ് പോലെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതും ഉണ്ടാവും. പക്ഷെ നമുക്ക് തൊട്ട് നോക്കുമ്പോഴൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ട് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷന് വിടാറുണ്ട്. അങ്ങനെയുള്ള സംഭവത്തിന് നിങ്ങൾക്ക് ചികിത്സയുണ്ടോ? പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാറില്ല. കൂടുതലും ഹയർ സെന്ററിലോട്ട് തന്നെ റെഫർ ചെയ്ത് പോവുകയാണ് ചെയ്യാറ്. ഏറ്റവും കൂടുതൽ മുറിവൈദ്യങ്ങൾ കണ്ടിട്ടുള്ളത് ഈ പൈൽസിന്റെ കാര്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പണ്ട് പോലെ നമുക്ക് ഈ പത്രത്തിലും പിന്നെ പോസ്റ്റിലൊക്കെ നമുക്ക് പിന്നെ ബസ് സ്റ്റാൻഡിലും അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇത് കാണത്തില്ലേ, ഭഗന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഫിസ്റ്റുല മലയാളമാണ്. ഓക്കെ മൂലക്കുരു, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് പോസ്റ്ററൊക്കെ കാണാം. അങ്ങനെയുള്ള പോസ്റ്ററുകൾ എന്ന് പറയുന്നതിലേക്ക് അവരൊക്കെ ഡോക്ടേഴ്സ് ആണോ? എന്തായിരിക്കും അവരൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ? പൈൽസ് ക്ലിനിക്കുകൾ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ? ഡോക്ടേഴ്സ് ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ട്. കുറച്ചുകൂടി കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള
ആരൊക്കെയോ ആണ് അത് ചെയ്യുന്നത്. കോമൺ ആയിട്ടും പേഷ്യൻസിന്റെ വഴിയാണ് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുക. അപ്പൊ അവർ പറയാറുണ്ട് അതൊരു നോർത്ത് ഇന്ത്യൻ ഹിന്ദി ഡോക്ടർ ആയിരുന്നു എന്നാണ് പറയാറുള്ളത്. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഒരു രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും, അങ്ങനെ ഒരു രജിസ്ട്രേഷൻ, സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. കുറെ നാൾ അവരൊരു സ്ഥലത്തിരിക്കും, അവിടെ ഏതെങ്കിലും ഒരു കേസ് വന്ന് അതൊരു പ്രശ്നത്തിലായി കഴിഞ്ഞാൽ അവർ ആ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറും. അത് പിന്നെ പൈൽസിന്റെ കണ്ടീഷൻസ് ഒക്കെ ആവുമ്പോഴേ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും ആരോടും പറയില്ല. അതുകൊണ്ട് ഇത് അവർക്കൊരു ധൈര്യമാണ്. പിന്നെ പൈൽസിന്റെ കണ്ടീഷൻസ് ഒക്കെ ഈ ബോർഡ് കാണുമ്പോൾ അവർ അവിടത്തേക്ക് ട്രീറ്റ്മെന്റിന് പോകും. പിന്നെ സെക്ഷൽ ഹെൽത്തിന്റെ കാര്യത്തിലും കാണാം. അതെ. അത് ഇതാണ്, പുറത്തധികം പറയാൻ പറ്റാത്ത കണ്ടീഷൻസിൽ വ്യാജവൈദ്യന്മാരും മുറിവൈദ്യന്മാരും കൂടുതലായിരിക്കും. കാരണം ഇത് പ്രശ്നം പറ്റിയാലും ആരോടും പറയില്ലല്ലോ. നമുക്ക് ഒരുപാട് കേസുകൾ വരാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഹെവി ബ്ലീഡിങ് ആയിട്ട് മലദ്വാരം ഭയങ്കരമായിട്ട് ചുരുങ്ങി പോയിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ചില കേസുകളൊക്കെ അവർ ചെയ്ത് പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാനും ഉള്ളൊരു ഓപ്ഷനും ഉണ്ടാവില്ല. മലദ്വാരമൊക്കെ വല്ലാണ്ട് ചുരുങ്ങി പോയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ വരാറുണ്ട്. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മെഡിസിൻസ് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു വഴി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പരമാവധി അങ്ങനത്തെ സ്ഥലത്തേക്ക് പോവാണ്ടിരിക്കുക എന്നുള്ളതാണ്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോവുക. ചുരുക്കം പറഞ്ഞാൽ അപ്പിയിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക. അതെ, കൃത്യമായിട്ടും. അതിപ്പോ ആയുർവേദം ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും എന്താണെങ്കിലും ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിക്കാം. അപ്പം അതിന് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതായത് അതിനകത്തൊരു ചമ്മലോ മടിയോ കാര്യങ്ങളോ ഒന്നും വിചാരിക്കേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പൊ അവിടെ പോയിട്ട് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നതിന്, പക്ഷെ ഇപ്പൊ അങ്ങനെ യുവാക്കളിലൊക്കെ അങ്ങനെ ഒരു ചമ്മലൊക്കെ ഉണ്ടോ? യുവാക്കളിൽ ഭയങ്കര കോമൺ ആയിട്ട് ഇപ്പം നമുക്ക് പേഷ്യൻസ് വരുന്നതിൽ കൂടുതലും ചെറുപ്പക്കാരാ. എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് 4 ദിവസമായിട്ട് തുടങ്ങി, ഞാൻ അതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ വരണു. ഭയങ്കര കോമൺ, അത്രേ ഉള്ളൂ. പക്ഷെ അമ്മമാരൊക്കെ വരും. അപ്പം പറയും എനിക്ക് പ്രസവം തൊട്ടേ ഉള്ള സംഭവമാണ്, എനിക്ക് മൂത്ത മോനെ പ്രസവിച്ച സമയം തൊട്ടിട്ടേ ഈ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എത്ര കൊല്ലം ഇതേ ഇവനാ. അപ്പൊ ഒരു വലിയൊരു ആളായിരിക്കും, 35-40 വയസ്സായൊരു മോനായിരിക്കും. അപ്പം 40 വർഷമായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ടോ? രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കും ചിലപ്പോൾ നോൺ വെജ് ഫുഡ്, ചിക്കനൊക്കെ. 40 വർഷമായി ഞാനിതൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് ആഗ്രഹമുണ്ട് കഴിക്കണമെന്ന്. ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഇതുപോലെ ഒരു 30 വർഷമായിട്ട് ഇതൊന്നും കഴിക്കാണ്ട് നമ്മുടെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ട് ബിരിയാണി കഴിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നിട്ട് പറഞ്ഞു എത്ര വർഷമായി എന്നറിയോ ഞാൻ ബിരിയാണി. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, പക്ഷെ അതിന്റെ കൂടെ സങ്കടമാണ്. ഇത്രയും കാലം അവർ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലൈഫിലെ നല്ല നല്ല മൊമെന്റ്സ് വേണ്ടാന്ന് വെക്കേണ്ടി വന്നല്ലോ എന്ന് തോന്നും. ഓക്കെ, നമുക്കിനി ഈ പൈൽസ് എന്ന് പറയുന്ന അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് പറഞ്ഞല്ലോ, ഈ നെർവിൽ ഉണ്ടാവുന്ന രക്തക്കൊഴലുകളിൽ ഉണ്ടാവുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ്. അതെ, ഇതെങ്ങനെയാണ് ഈ ഒരു പൈൽസ് ഉണ്ടാവുന്നത്? ഇത് ഈസ് ഇറ്റ് റിലേറ്റഡ് ടു ഹൈജീൻ ഓർ സംതിങ്? ഹൈജീൻ അല്ല, കൂടുതലും നമ്മുടെ ഡയറ്റിലാണ് കൂടുതൽ അതൊരു സംഭവം. നമുക്ക് ഇപ്പോഴത്തെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഫുഡ് കാണുമ്പം കഴിക്കാണ്ടിരിക്കാൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ടാസ്ക്. അപ്പം ആളുകൾ കൂടുതലും പലതരത്തിലുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളാണ്. ഇന്നെന്ന് പറയുമ്പം എല്ലാതരം ഫുഡുകളും അത്രയും അവൈലബിളും ആണ്. അപ്പം പലതരത്തിലുള്ള ഫുഡ് കഴിക്കുമ്പം കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന, മലബന്ധം എന്ന് പറയുന്ന ഒരു പോയിന്റാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്നത്. പച്ചക്കറികളുടെ കഴിക്കുന്ന അളവ് ഭയങ്കര കുറവായിരിക്കും, ഫൈബർ ഇൻടേക്ക് അത്രയും കുറവായിരിക്കും, നോൺ വെജ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളൊരു സമയത്ത് മലബന്ധം കൂടുതലായിട്ട് ആളുകൾക്ക് ഫേസ് ചെയ്യാറുണ്ട്. ഇവർ ടോയ്ലറ്റിൽ കുറേ നേരം ഇരിക്കുക, ഫോഴ്സ് ചെയ്യുക, മുക്കിക്കൊണ്ടിരിക്കുക, കുറച്ചധികം സമയം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യുക, ഫോൺ കയ്യിൽ പിടിച്ചിട്ട് കുറേ നേരം ടോയ്ലറ്റിൽ ഇരിക്കുക, ഇങ്ങനത്തെ കുറേ ഹാബിറ്റുകൾ, ടോയ്ലറ്റ് ഹാബിറ്റും മലബന്ധവും, ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഫോൺ പിടിച്ചോണ്ട് ടോയ്ലറ്റിൽ പോയിരിക്കണമെന്നാണോ പറയുന്നത്? ഫോൺ പിടിച്ചോണ്ട് ടോയ്ലറ്റിൽ പോയിരിക്കുന്നത്. അതെ, ഇത് പത്രം വായിക്കുക, അതുപോലെ സിഗരറ്റ് വലിച്ചിട്ട് ടോയ്ലറ്റിൽ ഇരിക്കുക, ഇപ്പം ഫോൺ പിടിച്ചിട്ട് ടോയ്ലറ്റിൽ ഇരിക്കുക. സിഗരറ്റ് വലിച്ച് ടോയ്ലറ്റിൽ പോകുന്ന ആൾക്കാരാണ് എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരല്ലേ, അവർക്ക് സിഗരറ്റ് വലിച്ചാലേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഗ്രാജുവലി പൈൽസ്, ഫിഷർ അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടാക്കും. നമ്മൾ ആ ഒരു സമയത്ത് അവിടെ കുറേ സമയം ഇരിക്കുന്നത് ആ ഒരു ഭാഗത്തോട്ട് പ്രഷർ കൂടുക എന്നുള്ളത് തന്നെയാണ്. പുറത്തേക്ക് തള്ളി വരാനുള്ള സാധ്യതയും ഫിഷർ പോലെയുള്ള കണ്ടീഷൻസും ഒക്കെ കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നത് ടോയ്ലറ്റിൽ ഒരുപാട് സമയം ഇരിക്കുക എന്നുള്ളതാണ്. ടോയ്ലറ്റ് ഹാബിറ്റ് എത്രയും നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രയും സാധ്യതകൾ കുറവാണ് ഇത്തരം കണ്ടീഷൻസിന്. ഒരു 5 മിനിറ്റ് പോയി വരാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ സാധാരണ ആളുകൾക്കുള്ളൊരു സംശയമായിരിക്കും, ധാരാളം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണോ? അങ്ങനെ ചെറിയൊരു പോയിന്റ് അതിലുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ടും എല്ലാ ദിവസവും നല്ലപോലെ എക്സസൈസും കൂടെ ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ പൈൽസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആണോ? അതെന്തായിരിക്കും അങ്ങനെ?
അതാണ് കൂടുതലും ബ്ലഡ് വെസൽസിലോട്ട് രക്തയോട്ടം കൂടുന്നു, ആ ഒരു ഭാഗത്ത് നിന്ന് തിരിച്ചുള്ള ഫ്ലോ കുറവായിരിക്കും. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആളുകളിൽ ആ ഒരു സാധ്യത ഭയങ്കര കൂടുതലായിട്ടുണ്ടാവും. അതേപോലെ ഈ കോൺസ്റ്റിപ്പേഷൻ ഇതിന്റെ ഒരു ഫാക്ടർ ആണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പം ഈ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് നമുക്ക് പൈൽസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയെ വേഴ്സ് ആക്കുന്നത്? കൂടുതലും ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ്, എരിവ്, പുളി, മസാല ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങൾ. നോൺ വെജ് പൊതുവേ ഒന്നും കഴിക്കരുതെന്നൊന്നുമില്ല. നോൺ വെജ് കഴിക്കുമ്പം അതിൻ്റെ കൂടെ പച്ചക്കറികൾ നല്ലപോലെ ആഡ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഒരുപാട് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫുഡ് 3 നേരവും അങ്ങനെ തന്നെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിലൊക്കെയാണ് കൂടുതലൊരു ശ്രദ്ധ വെക്കേണ്ടത്. നമുക്ക് എല്ലാതരം ഫുഡും കഴിക്കുക, അതിൻ്റെ കൂടെ നല്ലപോലെ ഫൈബർ ഇൻടേക്ക്, പച്ചക്കറികൾ നല്ലപോലെ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല. ഫൈബർ കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ശരിക്കും ഈ പൈൽസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ ഇത് ഹെറിഡിറ്ററി ആണോ? അത്ര ഹെറിഡിറ്ററി എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ചെറിയ ഏജിൽ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പം അവരുടെ ഒരു ഫാമിലി ഹിസ്റ്ററി ചോദിക്കുമ്പം അതിലൊരു സ്ട്രോങ് ഹിസ്റ്ററി കിട്ടാറുണ്ട്. പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇത് ഹെറിഡിറ്ററി ആയിട്ട് വന്നതാണെന്നൊന്നും പ്രൂവ് ചെയ്ത് പറയാൻ പറ്റില്ല. ഓക്കെ. ഈ പൈൽസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ വരാണ്ടിരിക്കാനായിട്ട് ഒരു മിക്സഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ? നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. ഇപ്പം ഫുഡ് കഴിക്കുമ്പം എപ്പോഴും നല്ല അളവിൽ ഫൈബർ ഇൻടേക്ക് വേണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതിനേക്കാളും ടോയ്ലറ്റിലെ ഹാബിറ്റും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് കുറേ സമയം അവിടെ ഇരിക്കാണ്ടിരിക്കുക, ആവശ്യമില്ലാണ്ട് കുറേ നേരം ഇരുന്ന് ഫോഴ്സ് കൊടുക്കാണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതിലൊരു ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് കാര്യം. ശരിക്കും കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ദഹനം കൃത്യമായിട്ട് നടക്കാണ്ട്, ഫൈബർ ഇൻടേക്ക് കുറവായതുകൊണ്ട്, ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നതുകൊണ്ട്, പിന്നെ ഒട്ടും വർക്കൗട്ടോ എക്സസൈസോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. ഓ, അങ്ങനെയാണ്. അല്ലാതെ എനിക്ക് ഇന്ന പർട്ടിക്കുലർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ വരും എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇല്ലേ? ചിലപ്പോൾ ചിലർ പറയില്ലേ, ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ വരും, ബുദ്ധിമുട്ടാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഫൈബർ ഇൻടേക്ക് കൂട്ടുക എന്നുള്ളതാണ്, അതിലൊരു ബാലൻസ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അത് കൂട്ടിയാൽ ഓക്കെയാണ്, പ്രശ്നം നല്ലതാണ്. കാരണം നോൺ വെജ് കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല. ബാക്കിയുള്ളൊരു കാര്യങ്ങളിലും കൂടെ ഒരു ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ. എന്തൊക്കെ മരുന്നുകളാണ് നിങ്ങൾ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് കൊടുക്കുന്നത്? നമുക്കങ്ങനെ ഇന്ന മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ആയുർവേദത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ദഹനം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള അഗ്നി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആയുർവേദത്തിൽ അഗ്നി എന്നുള്ളതാണ് അതിന് പറയുന്നൊരു വേർഡ്. അതായത് ദഹനം കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസ് ആണ് നമ്മൾ ഇതിൽ കൊടുക്കാറുള്ളത്. കഷായങ്ങളൊക്കെയാണോ? കഷായം ഉണ്ടായിരിക്കും, ഗുളിക, ലേഹ്യം, ചൂർണം, അങ്ങനെ പല രീതികളിലുള്ള മെഡിസിൻസ്, പല തരത്തിലുള്ള മെഡിസിൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ ഇപ്പോൾ കഷായത്തിന് തന്നെ ഗുളികയാക്കിയിട്ടുള്ള ഫോം ഉണ്ടാവും. അതുപോലെ തന്നെ ലേഹ്യം, ചൂർണം, അങ്ങനെ പല രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ടായിരിക്കും. ഈ ആളുകൾ വൈറ്റമിൻ ഗുളിക കഴിക്കുന്ന പോലെ ചില ആൾക്കാരുണ്ടല്ലോ, ഡെയിലി ഓരോ കഷായം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ? കഷായം കഴിക്കുന്നവല്ല, അരിഷ്ടം കഴിക്കുന്നവർ. അരിഷ്ടമാണോ? എല്ലാ ദിവസവും ഒരു ഔൺസ് അരിഷ്ടം എടുത്ത് കഴിക്കും. പക്ഷെ ഭയങ്കര പലതരം അരിഷ്ടങ്ങൾ പലതരത്തിലുള്ള അരിഷ്ടങ്ങൾ അവൈലബിൾ ആണ്. എല്ലാ ദിവസവും ഓരോ ഔൺസ് അരിഷ്ടം കഴിക്കുക എന്നുള്ളത് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. എല്ലാ ദിവസവും ഓരോ ഔൺസ് അരിഷ്ടം കഴിക്കുക എന്ന് പറയുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. അരിഷ്ടം എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളിക് പ്രിപ്പറേഷൻ ആവും. ആൽക്കഹോൾ അല്ല ഡയറക്റ്റ് അതിലുള്ളത്, പക്ഷെ നമ്മൾ ഫെർമെന്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു മെഡിസിൻ ആണ്. അതിപ്പോൾ ഒരു എങ്ങനെ പറയാ, വൈനൊക്കെ ഉണ്ടാക്കുന്ന പോലെ എന്നല്ല, ആ ഒരു മെത്തേഡ്. അത് ചില മെഡിസിൻസ് ഇട്ടിട്ടാണ് അതങ്ങനെ ഫെർമെന്റ് ചെയ്യിപ്പിക്കുക. പക്ഷെ അത് ഒരുപാട് ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അപ്പം ആയുർവേദ ഡോക്ടേഴ്സ് ആകുമ്പോൾ അത് എപ്പോഴും ഒരു ലിമിറ്റഡ് ടൈമിലോട്ട് ലിമിറ്റഡ് ഡോസിലാണ് കൊടുക്കുക. പക്ഷെ അത് കഴിക്കാനുള്ള ടേസ്റ്റ് കൊണ്ടും ആളുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും. അത് പാടില്ല. കഷായം അരിഷ്ടം രണ്ടാണല്ലോ. ശരി, കഷായം കുറച്ചുകൂടെ കയ്പ്പാണ്. മറ്റേതിനൊരു ചെറിയ മധുരവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് പൈൽസിന്റെ സംഭവങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഫിസ്റ്റുലയിലേക്ക് വരാം. ഫിസ്റ്റുല എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മലയാളം വരുന്നത് ബഗന്ധരം എന്നാണ്. എന്താണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ശരിക്കും? ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മോഷൻ പോകണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊരു ലൂബ്രിക്കേഷനും കൂടെ വേണം. അതിന് വേണ്ടിയിട്ടുള്ള ചില ഗ്രന്ഥികളുണ്ട് മലദ്വാരത്തിന്റെ ഉൾഭാഗത്ത്. ഈ ഒരു ഗ്രന്ഥിയിൽ എപ്പോഴെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പം ആ ഒരു പഴുപ്പ് പുറത്തേക്ക് പോവാൻ മലദ്വാരത്തിന്റെ പുറത്ത് ഒരു ഓപ്പണിംഗ് ആയിട്ട് വരും. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുരു പോലെ വരും. നല്ല വിങ്ങല്, വേദന, ഒരു അസ്വസ്ഥതയൊക്കെ പേഷ്യൻസിന് ഉണ്ടാവും. ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ട് പോലെ തോന്നും. ഈ ഒരു കുരു പൊട്ടും, അതിൽ നിന്ന് പഴുപ്പോ ബ്ലഡോ പുറത്തേക്ക് പോവും. അതോട് കൂടിയിട്ട് ആ ഒരു വിങ്ങല്, വേദനയൊക്കെ ഒന്ന് കുറയും. അപ്പം പേഷ്യൻ്റ് വിചാരിക്കും കുഴപ്പമില്ല, അത് മാറി എന്ന് വിചാരിക്കും. ഇത് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഒരു കുരു അടയും. പക്ഷെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്.
ആദ്യമൊക്കെ ചിലപ്പം ഇവർക്ക് 2 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഒരു കുരു പൊട്ടുകയൊക്കെ ചെയ്യുക. പക്ഷെ പിന്നെ അത് അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങളല്ല തന്നെ ചില എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊക്കെ പഴുപ്പ് വിങ്ങും, എന്നിട്ട് ഈ കുരു പൊട്ടും, പഴുപ്പ് വരും. അങ്ങനെ ഒരു കണ്ടീഷൻ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പഴുപ്പ് ഇങ്ങനെ പുറത്തേക്ക് വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഇറിറ്റേഷനാണ്. ചില പേഷ്യൻസൊക്കെ ക്ലിനിക്കിൽ വരുമ്പം നമ്മുടെ പീരീഡ്സിനൊക്കെ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ്സ് ഒക്കെ ഉണ്ടല്ലോ, പാഡ്സ് വെച്ചിട്ട് പുരുഷന്മാർ വരും. അത് ഈ ഒരു പഴുപ്പ് ഡ്രസ്സിലൊക്കെ ആവും, അതിനൊരു ഫൗൾ സ്മെല്ലുണ്ടാവും. ചില ആളുകളൊക്കെ പബ്ലിക്കായിട്ടുള്ള ഈ പരിപാടികൾ അതൊക്കെ ഒഴിവാക്കും. ഇങ്ങനെ ഒരു കോൺഫിഡൻസിനൊക്കെ ബാധിക്കും ഇത്. നമുക്ക് ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നനവ് തോന്നുക, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. നനവ് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് അതിന് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് നിങ്ങൾ? നമ്മൾ അതിൽ ക്ഷാരസൂത്രം എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അതായത് മെഡിസിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ത്രെഡിനെ നമ്മൾ ഫിസ്റ്റുലയുടെ ഈ ഒരു ട്രാക്റ്റിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ത്രെഡിന്റെ മുകളിൽ മെഡിസിന്റെ കവറിങ് ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് ഇത് ഉണങ്ങി വരും. അതുകൊണ്ട് വീണ്ടും ഫിസ്റ്റുല വരുന്ന ഒരു ടെൻഡൻസി ക്ഷാരസൂത്രം വഴി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരില്ല. റെക്കറൻസിന്റെ റേറ്റ് അത്രയും കുറവുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ക്ഷാരസൂത്രം ഫിസ്റ്റുലയുടെ കാര്യത്തിൽ. അതുപോലെ ഹൈ ആനലായിട്ടുള്ള ഫിസ്റ്റുല എന്ന് പറയും. ഏറ്റവും ഉള്ളിലോട്ടാണ് പഴുപ്പുള്ളത് എന്നുണ്ടെങ്കിലും ക്ഷാരസൂത്രം വഴി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഹൗ എക്സ്പെൻസീവ് ഈസ് യുവർ ട്രീറ്റ്മെന്റ്സ്? സർജറിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ കോസ്റ്റ് ഭയങ്കര കുറവാണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു എമൗണ്ട് ഒന്നും ഇതിൽ വരില്ല. പിന്നെ ഓരോരുത്തരുടെ സ്റ്റേജ് അനുസരിച്ച് ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് ഓരോ ഫിസ്റ്റുലേനൊക്കെ വെച്ച് വ്യത്യാസങ്ങൾ വരും. നിങ്ങൾക്ക് അപ്പോൾ അവിടെ കിടത്ത ചികിത്സയെ വേണ്ട, കിടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ലിനിക്കായിട്ടാണ് ചെയ്യുന്നത്. എല്ലാം ഡേ കെയർ ആണ്. തൃശ്ശൂർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്? അതെ. പിന്നെ പ്രൊസീജിയർ കഴിഞ്ഞാലും നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ഫിസ്റ്റുലയുടെ പേഷ്യൻസിനൊക്കെ ജോലിക്ക് പോയി തുടങ്ങാം. കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നുകൊണ്ടുള്ള ജോലികളല്ല, നിന്നുകൊണ്ടും നടന്നുകൊണ്ടുള്ള ജോലികളൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് പോയി തുടങ്ങാം. ഇരുന്നുകൊണ്ടുള്ള ജോലിയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുമോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ? അങ്ങനെയില്ല. എല്ലാതരം ഭക്ഷണങ്ങളും, നോൺ വെജ് ഒഴികെ നമ്മൾ എല്ലാ ഭക്ഷണവും കഴിച്ചു എന്ന് പറയും. നോൺ വെജ് വേണ്ട എന്ന് പറയുന്നത് മലബന്ധം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് കൊണ്ടാണ്. അപ്പൊ നമുക്ക് വയറ്റിൽ നിന്ന് സുഖമായിട്ട് പോകാൻ വേണ്ട മെഡിസിൻസും എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പം പോവാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അതൊന്നും ഉണ്ടാവില്ല. എന്താണ് ഈ ഫിഷർ എന്ന് പറയുന്നത്? ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിൽ വരുന്ന ഒരു മുറിവാണ്. ആക്ച്വലി ആ മുറിവ് ഇപ്പം ഈ ഫിസ്റ്റുല, പൈൽസ് എന്നൊക്കെ പറയണതിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു കണ്ടീഷനാണ്. മലദ്വാരം പറയുമ്പോഴത്തേക്കും പുറത്താണോ അകത്താണോ? ആ ഒരു ഓപ്പണിങ്ങിന്റെ ഭാഗത്ത് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ളതിനേക്കാളൊക്കെ ഭയങ്കര ചെറുതാണ്. പക്ഷെ ഈ ഫിഷർ വന്നിട്ടുള്ള ആളുകളാണ് പറയുക, എനിക്ക് ടോയ്ലറ്റിൽ പോകണത് ആലോചിച്ചിട്ട് ഞാൻ ഭക്ഷണമേ കഴിക്കൽ നിർത്തി, കഞ്ഞിവെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ എന്നൊക്കെ പറയും. അതേപോലെ ടോയ്ലറ്റിൽ പോയി വന്നു കഴിഞ്ഞാൽ മരിച്ചാൽ മതി എന്ന് തോന്നും എന്നൊക്കെ പേഷ്യൻസ് പറയും. അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് 45 ദിവസം ആയിട്ടുള്ളൂ അവർ. അപ്പം അവർ പറയുന്നുണ്ടായിരുന്നു, പ്രസവിക്കുമ്പം എനിക്ക് ഇത്ര പെയിൻ ഫീൽ ചെയ്തിട്ടില്ല. ഓരോ ദിവസം ടോയ്ലറ്റിൽ പോകുമ്പം ഓരോ പ്രാവശ്യം പ്രസവിക്കുന്ന പോലത്തെ പെയിനാണ് എനിക്ക് ഉണ്ടാവണേ. അത്രയും വേദന എടുത്തിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. ഫിഷറിന് പെയിൻ ഭയങ്കര കൂടുതലാണ്. പേഷ്യൻസിന് ദേഷ്യവും ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ ദേഷ്യവും ഒക്കെ കൂടും. കാരണം ഈ വേദന എടുത്തുകൊണ്ടുള്ള ഒരു ഇറിറ്റേഷൻ ഭയങ്കരമായിരിക്കും. എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സീവിയർ ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, മലബന്ധം കാര്യമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും, ലൂസ് മോഷൻ കുറേ തവണകളായിട്ട് മോഷൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗത്തെ ടിഷ്യൂസ് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് അവിടെ മുറിവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലൂസ് മോഷൻ ഉണ്ടെങ്കിലും പ്രശ്നമാണ്. റിപ്പീറ്റ് ചെയ്ത് കുറേ തവണകൾ പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. അവിടുത്തെ ചുറ്റുമുള്ള മസിൽസ് ഉണ്ട്. നോർമലി നമുക്ക് മോഷൻ പോണ സമയത്ത് ഈ മസിൽസ് വികസിക്കുകയും ടോയ്ലറ്റിൽ പോവുകയും ചെയ്യും. പക്ഷെ ആ ഒരു മസിൽസ് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പോലെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റില്ല, ഫോഴ്സ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് അവിടെ മുറിവുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഓരോ തവണ മുറിവുണ്ടായി അത് ഉണങ്ങി വരുമ്പോഴും ഈ ഒരു സ്വിങ്റ്റർ മസിൽ കുറച്ച് ടൈറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് ഒരിക്കൽ ഫിഷർ വന്നിട്ടുള്ള ആളുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഫിഷർ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പം പേഷ്യൻസ് ചോദിക്കുകയും ചെയ്യും, ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണോ എന്ന് ചോദിക്കും. കാരണം ഒരിക്കൽ മുറിവാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഇത് മാറിയെന്ന് തന്നെ വിചാരിക്കും. പിന്നെ പെട്ടെന്നായിരിക്കും ഒരു ദിവസം ഇത് വീണ്ടും വരിക. അപ്പം നമുക്ക് ഈ മുറിവ് നല്ലപോലെ ഉണങ്ങാൻ വേണ്ടിയിട്ടും ചുറ്റുമുള്ള മസിൽസിനെ ഒന്ന് വികസിപ്പിച്ച് കൊടുക്കുന്ന രീതിയിലും ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റും. അതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഈ ഫിഷറിന് നിങ്ങൾ ചെയ്യുന്നത്? ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ചുറ്റുമുള്ള മസിൽസിനെ ഒന്ന് ഡയലേറ്റ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യും. ഈ ഡെലിവറിയുടെ കാര്യം പറഞ്ഞല്ലോ 2-3 തവണയായിട്ട്. ഈ നോർമൽ ഡെലിവറി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ പൈൽസ് വരാനുള്ള സാധ്യതയുണ്ടോ? ചെറിയ രീതിയിലുള്ള ഒരു സാധ്യതയുണ്ട്. പ്രഗ്നൻസി എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കൂടുതൽ വരാൻ സാധ്യതയുള്ളൊരു ടൈമാണ്. കാരണം നമ്മുടെ ഫുഡ് ഹാബിറ്റിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കാം,
അതുമാത്രമല്ല നമ്മുടെ യൂട്രസ് വളരെ വലുതാവണതിനനുസരിച്ച് ചെറിയൊരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊന്ന് ഫോഴ്സ് ചെയ്ത് ടോയ്ലറ്റിൽ പോകുന്ന ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നോർമൽ ഡെലിവറിയുടെ സമയത്ത് നമ്മൾ ഒരുപാട് ഫോഴ്സ് ചെയ്യുകയും കൂടെ ചെയ്യുമ്പം ഫിഷറാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാവുക. ഹെർണിയയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കുറച്ചധികം കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നത് അത്. ചുറ്റുമുള്ള ഒരു ചെറിയ സ്കിൻ ടാഗ് ഒക്കെ പൊതുവേ കോമൺ ആയിട്ടുണ്ടാവും. അതായത് ചെറിയൊരു തടിപ്പ് പോലെ ആ ഭാഗത്തുണ്ടാവും. പൈൽസും വരാനുള്ള സാധ്യതകൾ ഉള്ള ഒരു സമയമാണ്. ഓക്കെ. പിന്നെ മറ്റേ ഹെമറോയിഡ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ എന്താണത്? ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് പൈൽസിനെ തന്നെ നമ്മൾ മെഡിക്കലി പറയുന്ന വേർഡാണ് ഹെമറോയിഡ് എന്ന് പറയുന്നത്. സെയിം ഇതേപോലെ തന്നെ. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാത്തതായിട്ടുള്ള എനോറെക്ടൽ ഡിസീസസോ അല്ലെങ്കിൽ അവസ്ഥകളോ ഉണ്ടോ? പൈലോനിഡൽ സൈനസ് എന്നൊക്കെ പറയുന്ന ഒരു തരം കണ്ടീഷൻ. എന്താണ് പൈലോനിഡൽ സൈനസ് എന്ന് പറയും. സൈനസ് എന്ന് പറഞ്ഞാൽ തലയിലുള്ള ഒരു സാധനം ഞാൻ കേട്ടിട്ടുണ്ട്. സൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴി, ഒരു ട്രാക്ട് പോലെ പോകുന്ന ഒരു വഴി പോലെ പോകുന്ന പഴുപ്പ് ഒക്കെ ഒരു വഴി പോലെ പോകുന്നതിനൊക്കെ സൈനസ് എന്ന് പറയും. പൈലോനിഡൽ സൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടക്സിന്റെ നടുവിലുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മുടെ ഹെയർസ് ഉണ്ടാവില്ലേ, ഈ ഹെയർ ഉള്ളിലോട്ട് ഗ്രോ ചെയ്യും. ഉള്ളിലോട്ട് സ്കിന്നിന്റെ അടിയിലോട്ട് ഗ്രോ ചെയ്തിട്ട് ഈ സ്കിന്നിന്റെ അടിയിൽ ഈ ഒരു മുടി ഇങ്ങനെ കട്ട പിടിച്ച് കെട്ടി നിൽക്കും. അങ്ങനെ അതവിടെ പഴുപ്പുണ്ടാക്കും. ഈ പഴുപ്പ് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ പുറത്തേക്ക് പോകും. അതിനെ പൈലോനിഡൽ സൈനസ് എന്നാ പറയുക. അതും ഒരു ടൈപ്പ് ഓഫ് ഫിസ്റ്റുലയാണ്. നമുക്കതിലും ക്ഷാരസൂത്രം എന്ന് പറയുന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ പഴുപ്പ് ഉണ്ടാവാറുണ്ട്. പൊതുവേ ആ ഒരു ഭാഗത്ത് ഭയങ്കര പെയിൻ ഉണ്ടായിട്ട് പേഷ്യൻസ് വരുമ്പം പഴുപ്പ് കെട്ടി നിൽക്കുന്ന പോലെ ആബ്സസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. പൊതുവേ അത് കീറിക്കളയാണ് ചെയ്യാറുള്ളത്, IND എന്ന് പറയും. പക്ഷേ അത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അത് ലാസ്റ്റ് ഒരു ഫിസ്റ്റുലയിലോട്ട് കൺവേർട്ട് ആയിട്ട് പിന്നെ നമുക്കത് ഫിസ്റ്റുല എന്നുള്ള രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ഈ ഏനൽ സെക്സ് ഈ ഒരു കാര്യത്തിൽ അഫക്റ്റ് ചെയ്യോ? ഇത് പൈൽസ് എന്ന് പറഞ്ഞൊരു ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് ഓരോ ചോയ്സുകളായതുകൊണ്ട് നമുക്കിപ്പോ ഒന്നും പറയാൻ അതിൽ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഫിഷർ ഭയങ്കര കോമൺ ആയിട്ട് ഉണ്ടാവും അതില്. ഈ ഒരു ഇങ്ങനെ ഒരു റീസൺ കൊണ്ട് വന്നിട്ടുണ്ടാവുമ്പം ഇവര് തീരെ കാണിക്കുകയില്ല. പഴുപ്പും കൂടുതലായിട്ട്, പിന്നെ പഴുപ്പ് ഉണ്ടാവും. ഫിഷറാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. എന്നിട്ട് അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ അത് പറയാനുള്ള കാരണം ഇവർക്കിത് ഫിഷർ എന്നുള്ള കണ്ടീഷനാണെന്നും മനസ്സിലാവില്ല. എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പറയണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇത് കാണിക്കില്ല. പിന്നെ പഴുപ്പൊക്കെ ആവുമ്പോഴാവും കാണിക്കാൻ വരാം. അതെ, ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് മൂക്കിലെ ദശ അല്ലേ? മൂക്കിലെ ദശ എന്ന് പറയുമ്പോൾ അതും ഈ പറഞ്ഞ ഈ സെയിം ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണോ ഫോളോ ചെയ്യുന്നത്, അതോ വേറെ എന്തെങ്കിലും? ക്ഷാരകർമ്മം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ വളരെ രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങളും വളരെ കഷ്ടപ്പാട് നിറഞ്ഞ അനുഭവങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ. എന്നാലും ഈ യൂഷ്വലി പേഷ്യൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കിനും അവരുടെ ഫസ്റ്റ് കൺസേൺ എന്തായിരിക്കും? ഇത് മാറുമോ എന്നുള്ളതായിരിക്കും. ഇത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണോ എന്നുള്ളതാണ് ഫസ്റ്റ് കൺസേൺ ഉണ്ടാവുക. പക്ഷെ മെജോറിറ്റി ആൾക്കാരും കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ? ഭയങ്കര ലേറ്റ് ആയിട്ട്. അപ്പം പൈൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ സെക്കൻഡ് സ്റ്റേജ് ഒക്കെ കൺസൾട്ട് ചെയ്യാൻ വരാറുണ്ട്. പക്ഷെ പൊതുവേ കോമൺ ആയിട്ടും ഒരു 3rd, 4th ഒക്കെയാണ്. ഏജ് ആയിട്ടുള്ള ആളുകൾ പൊതുവേ ഒരു 3rd, 4th സ്റ്റേജ് ആദ്യമായിട്ടായിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷെ അവർ അത്രയും ലേറ്റ് ആയിട്ടാണ് കാണിക്കാൻ വരിക. പക്ഷെ ചെറുപ്പക്കാരൊക്കെ ഇപ്പം കുറച്ചുകൂടിയും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നി ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വരാറുണ്ട്. ഇപ്പൊ എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ? 6 വർഷം കഴിഞ്ഞു. 6 വർഷമായിട്ട് ഈ ഒരു മേഖല തന്നെ ഇത് തന്നെയാണ് നമ്മൾ കൂടുതൽ എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു 6 വർഷത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേഷ്യന്റിന്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം ഓർത്തെടുക്കാൻ പറ്റുമോ? നമുക്ക് ഒരുപാട് പേഷ്യൻസിന്റെ ഇപ്പോഴും നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുന്ന പോലെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട്. ഇപ്പം കാരണം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതും മാനേജ് ചെയ്ത് കഴിയുമ്പം അവർക്ക് നമ്മളൊരു അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. ഇപ്പം മൂക്കിലെ ദശേൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ക്ഷാരകർമ്മമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 8 വർഷമായിട്ട് സ്മെല്ലില്ലാത്ത ഒരാൾക്ക് ഇപ്പം എനിക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഫുഡിൻ്റെ ഒക്കെ സ്മെല്ല് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരിക്കൽ പ്രൊസീജിയർ ചെയ്തിട്ട് തന്നെ ആൾ പോയിട്ട് ഡോക്ടറെ എനിക്ക് ഓറഞ്ചിൻ്റെ സ്മെല്ല് കിട്ടി, ആദ്യമായിട്ട് എനിക്ക് ഓറഞ്ചിൻ്റെ സ്മെല്ല് കിട്ടി ഇത്രയും വർഷത്തിന് ശേഷം, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് മൂക്കിലെ ദശയുടെ കാര്യത്തിൽ. പൈൽസിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇപ്പം ഒരു ചെറിയൊരു പയ്യനുണ്ടായിരുന്നു. ആൾക്കൊരു 30-33 വയസ്സൊക്കെ ആയി. ആള് ഒട്ടും മാരേജിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ആള് ഫാമിലിയൊക്കെ നിർബന്ധിച്ച് അങ്ങനെയായ സമയത്ത് ആൾ കൺസൾട്ട് ചെയ്യാൻ വന്നത്. കാരണം ആൾക്ക് ഫിസ്റ്റുല ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒട്ടും മാരേജിലേക്കൊന്നും പോകാൻ ആൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് പോയിന്റ്. ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പലപ്പോഴും ചോദിക്കുക. ഇത്ര എഫേർട്ട് എടുത്താൽ മതിയായിരുന്നു ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറാൻ, എങ്ങനെയായിരിക്കും? എന്നിട്ട് ആളുടെ മാരേജൊക്കെ കഴിഞ്ഞു. അങ്ങനത്തെ ലൈഫിലൊരു ഇമ്പാക്റ്റ് കൊടുക്കാൻ നമുക്ക് പറ്റാറുണ്ട്. അതാണ് നമുക്കൊരു
കൂടുതലും സന്തോഷം ഉണ്ടാവുന്ന കാര്യം. അതുപോലെ ഒരു ഫിസ്റ്റുലയുടെ തന്നെ ഒരു കേസ് കഴിഞ്ഞിട്ട് ആ പയ്യൻ പറയുണ്ടായിരുന്നു, ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇത്രയും സമാധാനമായിട്ട് പോകാൻ പറ്റും എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. മറന്നുപോയി, ഇങ്ങനെയും പോകാൻ പറ്റും എന്നുള്ളത് മറന്നുപോയി. അങ്ങനെ ഇപ്പോൾ അതൊരു നോമ്പിൻ്റെ സമയത്തായി, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കേസാണ് അത്. അപ്പം ആള് പറയും, നോമ്പൊക്കെ ഇത്രയും സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഓരോ നോമ്പ് വരുമ്പോഴും കോൺസ്റ്റിപ്പേഷൻ്റെ ഒരു കാര്യം കൂടെ ആലോചിക്കുമ്പം ഓൾറെഡി ഈ ഒരു ഫിഷറിൻ്റെ പെയിനും ഉണ്ട്, ഫിസ്റ്റുലയും കൂടെ ഉണ്ട് ആൾക്ക്. അപ്പം ഈ കണ്ടീഷനും നോമ്പും അതിലൊരു മലബന്ധത്തിൻ്റെ സാധ്യത ആൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം നോമ്പാകുമ്പോൾ ആൾക്ക് പേടിയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര സ്മൂത്തായിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ലൈഫിൽ ചെറിയ ചെറിയ മൊമെന്റ്സ് സന്തോഷമാക്കി ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഈ പൈൽസ്, ഫിസ്റ്റുല ഇങ്ങനെയുള്ള ഈ ഇതിനകത്ത് ഉള്ള ഏറ്റവും വലിയ മിത്തുകൾ എന്തൊക്കെയാണ്? താറാമുട്ട കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് മാറും എന്നുള്ളതൊരു മിത്താണ്. താറാമുട്ട കഴിച്ചാൽ മതി പൈൽസ് മാറും എന്നുള്ളതൊരു മിത്താണ്. പല തരത്തിൽ താറാമുട്ട കഴിക്കുന്ന ആളുകളുണ്ട്. താറാമുട്ട പുഴുങ്ങി എല്ലാ ദിവസവും കഴിക്കുന്ന ആളുകളുണ്ട്. താറാമുട്ട പുഴുങ്ങി ഉപ്പിലിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. താറാമുട്ടയിൽ മുക്കുറ്റി അരച്ച് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പൈൽസ് മാറും എന്ന് എവിടെയൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു ഇതിലാണ്. അതായത് ഇത് മതി, പൈൽസ് മാറാൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ പൈൽസ് ട്രീറ്റ് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാലാണ് അത് ക്യാൻസറായി മാറും എന്നുള്ളൊരു മിത്തുണ്ട്. പിന്നെ അത് നല്ല മിത്താ, പേടിച്ചിട്ടെങ്കിലും ഒരു കൺസൾട്ടേഷൻ എടുക്കാൻ ശ്രദ്ധിക്കും. പിന്നെയുള്ളത് പൈൽസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഫിഷർ, അത് കഴിഞ്ഞിട്ട് പൈൽസ്, അത് കഴിഞ്ഞിട്ട് പൈൽസിന്റെ കൂടിയ സ്റ്റേജ് ആണ് ഫിസ്റ്റുല. അങ്ങനെയുള്ളൊരു തോന്നലുണ്ട് ആളുകൾക്ക്. ഇപ്പം ഫിഷറാണെങ്കിൽ ഏത് കണ്ടീഷൻ ആണെങ്കിലും ആളുകൾ വന്ന് പറയുക പൈൽസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫിഷറാണ് എന്ന് പറയുമ്പം പൈൽസിന്റെ തുടക്കമല്ലേ എന്ന് ചോദിക്കും. അപ്പം അല്ല, ഇത് മൂന്ന് കണ്ടീഷനാണ് എന്ന് പറയുമ്പം അപ്പോഴായിരിക്കും അവിടെ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പോയിന്റ് നടക്കുന്നത്. കാരണം ഇവർക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം ഫിസ്റ്റുല ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും പൈൽസിന്റെ മരുന്നുകൾ തന്നെ ഇവർ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. ഫിഷറാണെങ്കിലും പൈൽസിന്റെ മരുന്നുകൾ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഇതിനെന്തെങ്കിലും സ്വയം ട്രീറ്റ്മെന്റ് ആൾക്കാർ ചെയ്യാറുണ്ടോ പൊതുവേ? സ്വയം ട്രീറ്റ്മെന്റും ചെയ്യും, സ്വയമായിട്ട് മരുന്ന് മേടിച്ച് കഴിക്കുകയും ചെയ്യും. അതെന്തൊക്കെയാ സാധാരണ ആൾക്കാർ ചെയ്യുന്നത്? നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ കുറെ തരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും. അപ്പം ഇവര് പൈൽസ് ആണെന്ന് പറയും, അവിടെ ഏറ്റവും ട്രെൻഡിങ്ങിൽ ഏത് മെഡിസിൻ ആണോ ഉള്ളത് അത് എടുത്തു കൊടുക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് അയ്യപ്പാലയുടെ ഇല കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് മാറും, അയ്യപ്പാലയുടെ ഇല കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് മാറും എന്നുള്ളൊരു വീഡിയോ അത്യാവശ്യം ഒരു ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറേ ആളുകൾ, ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ അയ്യപ്പാലയുടെ ഇല പിടിച്ചിട്ട് ഇത് കഴിച്ചാൽ മതി, 21 ദിവസം കഴിച്ചാൽ മതി, 41 ദിവസം കഴിച്ചാൽ മതി, പൈൽസ് മാറും എന്നുള്ള കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം റീസെൻ്റ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ അയ്യപ്പാലയുടെ ഇല ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഇത്രയും ദിവസമായി കഴിച്ചുകൊണ്ടിരിക്കുന്നു, കഴിച്ചിട്ട് മാറിയില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ ഓരോ സമയത്തും ഓരോരോ മെഡിസിൻസ് ആയിരിക്കും. എല്ലാതരം മെഡിസിൻസും ഇവർ ട്രൈ ചെയ്യും, എന്നിട്ട് അവസാനമാണ് ഡോക്ടറെ അടുത്തേക്ക് പോവുള്ളൂ. ഡോക്ടർ ശരിക്കും എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ BAMS കഴിഞ്ഞത് വൈദ്യരത്നം ആയുർവേദ കോളേജിലായിരുന്നു. ഒല്ലൂര്, തൈക്കാട്ടുശ്ശേരി. പിന്നെ നമുക്കൊരു എൻട്രൻസ് ഉണ്ട്. എൻട്രൻസ് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ട് സീറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം വരിക. അപ്പൊ എനിക്ക് ഓൾ ഇന്ത്യയിൽ 148 റാങ്ക് ഉണ്ടായിരുന്നു, കേരളത്തിലും ഒരു 30ന്റെ താഴത്തുള്ള റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആയുർവേദത്തിലത്തെ സർജിക്കൽ മെത്തേഡ്സ് ഏറ്റവും കൂടുതലും കോമൺ ആയിട്ട് പോകുന്നത് കേരളത്തിന് പുറത്താണ്. കേരളത്തിൽ എന്തുകൊണ്ടോ ആയുർവേദത്തിലെ സർജിക്കൽ മെത്തേഡ്സിന് അത്രയും ഒരു പോപ്പുലാരിറ്റി ഇല്ല. പുറത്തെന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ പഠിച്ചത് ഛത്തീസ്ഗഡ് ആയിരുന്നു, ഗവൺമെന്റ് ആയുർവേദ ഗവൺമെന്റ് ആയുർവേദ കോളേജിലായിരുന്നു, റായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം അവിടെ എന്ന് പറയുമ്പം നമ്മുടെ ആയുർവേദ കോളേജാണ്, പക്ഷെ അവിടെ ഒരു മോഡേൺ ഡോക്ടർ ഉണ്ട്, മോഡേൺ അനസ്തേഷ്യ ടെക്നിക് ഉണ്ട്, മോഡേൺ ആയിട്ടുള്ള OT ആയിരിക്കും അവിടെ, കുറച്ചും കൂടെ കൂടുതൽ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കും. മോഡേൺ അനസ്തേഷ്യ ടെക്നിക് എന്ന് പറയുമ്പോഴത്തേക്കും ആയുർവേദ അലോപ്പതി മിക്സ് ആണോ? അല്ല, ആയുർവേദ മോഡേൺ ഡോക്ടർ അവിടെ അനസ്തേഷ്യ ചെയ്യാൻ വേണ്ടി മാത്രം അവിടെ ഉണ്ടാവും. സ്പൈനൽ അനസ്തേഷ്യയിലും നമ്മളവിടെ പ്രൊസീജിയേഴ്സ് ചെയ്യും, ആ ഒരു ഭാഗം മാത്രം ധരിപ്പിച്ചിട്ടുള്ള രീതിയിൽ പ്രൊസീജിയേഴ്സ് ചെയ്യും. അങ്ങനെ അത്രയും ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെർണിയ പോലെയുള്ള, ഹൈഡ്രോസീൽ പോലെയുള്ള, നമ്മുടെ ഓർത്തോപീഡിക്സിലെ സർജറീസ്, അങ്ങനത്തെയുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം അവിടെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറച്ചും കൂടെയും കൂടുതൽ എക്സ്പോഷർ കിട്ടും. പുറമെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റും. ഡോക്ടേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതൽ അവിടെ ഉണ്ടായിരിക്കും.
അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻസ് നമ്മൾ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പം ഏറ്റവും കൂടുതലുള്ള കാര്യമാണ് എപ്പോഴാണ് നമ്മൾ എന്ത് കോംപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് എന്ന് എക്സ്പെക്റ്റ് ചെയ്യണം, അതിനുള്ളൊരു മാനേജ്മെൻറ്റ് വേണം. നമ്മൾ പുറമെ പഠിക്കുന്ന ആളുകളാവുമ്പം കുറച്ചും കൂടിയും കൂടുതൽ എല്ലാ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് മാനേജ് ചെയ്ത് പരിചയം ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിലാണ് ഞാൻ പുറത്ത് തന്നെ മതി എന്ന് ചൂസ് ചെയ്ത് കേരളത്തിൽ അലോട്ട്മെൻ്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിൽ മോശം എന്നല്ല പറയുന്നത്, നല്ലത് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ എക്സ്പോഷർ പുറത്തുണ്ട്. അപ്പം പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മളൊരു 700+ കേസസ് ഇൻഡിവിജ്വലൈസ്ഡ് തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പുറത്ത് ഛത്തീസ്ഗഡിലായിരുന്നു പഠിച്ചത്. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. BHUലൊക്കെ ഡോക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് സ്വന്തമായിട്ട് ക്ലിനിക്ക് ചെയ്യാം എന്നുള്ള ഒരു പ്ലാൻ വന്നത് എങ്ങനെയാണ്? ഒരു ഓൺട്രപ്രണർ ആവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ? അങ്ങനെ ഒരു ഭയങ്കര ഉദ്ദേശമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ഭയങ്കര മിത്തുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ തൊട്ട് തന്നെ നമ്മളൊരു അവയർനെസ് പോയിക്കോട്ടെ എന്നുള്ളൊരു രീതിയിൽ ഈ പൈൽസിനൊക്കെ കണ്ടീഷൻസിനെ പറ്റിയിട്ട് വീഡിയോസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞപ്പം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഉണ്ടായിരുന്നു, ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു PGക്ക്. അപ്പം ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ജോലിയും ഭയങ്കര പെട്ടെന്നായിട്ട് ജോലിയിലോട്ട് കയറാൻ പറ്റി. ജോലിയിലോട്ട് ജോയിൻ ചെയ്ത സമയത്തും നമുക്കിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന കാരണം പേഷ്യൻസിന് കുറച്ചും കൂടിയും ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളൊരു ധാരണയും അവർ കൂടുതലും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വരികയും ചെയ്യണ്ടായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ പേഷ്യൻസിൻ്റെ ലൈഫിലൊരു ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റിൽ നമുക്കൊരു സന്തോഷം കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങി. ഒരു 2 വർഷമൊക്കെ ആയി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പ്രഗ്നൻസി, ഡെലിവറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ബ്രേക്ക് വന്ന സമയത്ത് മുൻപ് ട്രീറ്റ് ചെയ്ത പേഷ്യൻസൊക്കെ അവരുടെ റെഫറൻസ് വഴി ഒരുപാട് പേഷ്യൻസിനെ വിടാറുണ്ട്. പക്ഷേ അന്ന് ക്ലിനിക്ക് തുടങ്ങിയിട്ടില്ല. അപ്പം ഡെലിവറി കഴിഞ്ഞിരിക്കണ സമയം. അപ്പോൾ ഇവരൊക്കെ ചോദിക്കും ഡോക്ടർ എവിടെ ഇരിക്കണേ. അങ്ങനെ അപ്പം അങ്ങനെയായിട്ട് നമ്മൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് പിന്നെ നമുക്ക് പണ്ടത്തെ പ്രൊസീജിയർ കഴിഞ്ഞ പേഷ്യൻസൊക്കെ അത്രയും റെഫർ ചെയ്ത് നമുക്ക് ഒരുപാട് പേഷ്യൻസ് തുടക്കം തൊട്ടേ വന്നു തുടങ്ങി. പിന്നെയാണ് ഓൺട്രപ്രണർ എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു തുടങ്ങിയത്. നമുക്കിതിൽ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യണം, അങ്ങനത്തെ ചിന്തകളും. അതുപോലെ ഇപ്പം തുടങ്ങുന്ന സമയത്ത് ഞാൻ മാത്രമായിരുന്നു ഡോക്ടറായിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് 3 ഡോക്ടേഴ്സിൻ്റെ ഒരു ടീമുണ്ട്. അതുപോലെ തന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഉഴിച്ചിൽ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചും കൂടിയും ഇമ്പ്രൂവ് ചെയ്ത് വന്നതാണ്. ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ്? നമ്മളിപ്പോൾ പൈൽസിൻ്റെ കാര്യത്തിനും അങ്ങനത്തെ കണ്ടീഷൻസിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടി മെഡിസിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ റിസർച്ച് വർക്ക്സ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. കേരളം ഞാനൊരു പൈൽസ് രഹിത സംസ്ഥാനമാക്കി മാറ്റും അല്ലേ? അല്ല, കുറച്ചുകൂടി ആളുകൾക്ക് ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു ട്രീറ്റ് ചെയ്യാം എന്നുള്ളൊരു ട്രീറ്റ് ചെയ്യാം എന്നുള്ളതും ഇതിങ്ങനെ ഇത്രയും നാൾ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല എന്നുള്ളതും ട്രീറ്റ് ചെയ്താൽ മാറും എന്നുള്ളൊരു കാര്യം. പിന്നെ കളിയാക്കില്ല എന്നുള്ളൊരു ഉറപ്പോട് കൂടിയിട്ട് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം, അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം വേണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കേണ്ടായിരുന്നത്. നമ്മളൊരു ഹോസ്പിറ്റലായിട്ട് എക്സ്പാൻഡ് ചെയ്യണം എന്നും വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും അവയർനെസ് ആണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിവില്ലായ്മ ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ അത്തരത്തിൽ അറിവില്ലായ്മ കാരണം പല ആൾക്കാരും പല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇനി ആരും സ്ട്രഗിൾ ചെയ്യാണ്ടിരിക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റിൽ പോകാനായിട്ട് അപ്പിടാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക. ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക. ഈ പറഞ്ഞ പോലെ പിന്നീട് നിങ്ങളുടെ ലൈഫ് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അതെ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടോയ്ലറ്റിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഈ ഒരു കാര്യത്തിനെ ആലോചിച്ചിട്ട് അന്നത്തെ ദിവസം മുഴുവൻ പോവും. ഇവരുടെ ലൈഫിലൊരു ക്വാളിറ്റി പോവും. ജോലിയിൽ ഇത് എഫക്റ്റ് ചെയ്ത് തുടങ്ങും. അത്രയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇതൊന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലത്തെ ക്ഷാരകർമ്മോ ക്ഷാരസൂത്രമൊക്കെ പ്രൊസീജിയേഴ്സ് ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ആ ഒരു 20 മിനിറ്റ്സിൽ തീരുന്നൊരു പ്രൊസീജിയറാണ് പൈൽസിൻ്റെയും ഫിഷറിൻ്റെയും ഫിസ്റ്റുലയുടെയും ഒക്കെ. ആ ഒരു 20 മിനിറ്റ്സിലോട്ട് അത് എടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാം. അത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ. അത് മെഡിസിനിൽ മാറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മെഡിസിനിൽ മാറ്റാനും പറ്റും. അപ്പോൾ അത് കൺസൾട്ട് ചെയ്യുക, ഡോക്ടറെ കാണിക്കുക, അന്നുള്ളൊരു പോയിന്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ആ ഒരു തുടർന്നങ്ങോട്ടുള്ള ക്ലിനിക്കുകളും ഫ്യൂച്ചർ എക്സ്പാൻഷൻസും എല്ലാ പരിപാടികളും ഗംഭീരമാവട്ടെ. നമ്മൾ പറഞ്ഞ പോലെ കേരളം നമുക്കൊരു പൈൽസ് രഹിത സംസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കട്ടെ അല്ലേ? സാധിക്കട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ ഹരിത ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കൂടുതൽ ആളുകൾക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.